നമസ്കാരം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അറിയുന്നതുപോലെ 24 വളരെ പ്രധാനപ്പെട്ട കുറച്ച് നാളുകളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയുന്ന പോലെ 24ൻ്റെ ചീഫ് എഡിറ്റർ നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് SKN40 എന്ന പേരിൽ ഒരു കേരള യാത്ര സംഘടിപ്പിക്കുന്നതെന്നറിയാം. അതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലഹരി എന്ന് പറയുന്ന ആ വലിയ വിപത്ത് അത് സംസ്ഥാനത്തുനിന്നും തുടച്ചു നീക്കുക എന്നൊരു വലിയ ഉദ്യമമുണ്ട്. അതെല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട ഒരു മൂവാണ്. അതിൽ 24ഉം ആ രീതിയിൽ പങ്കാളികളാവുകയാണ്. ഈ കേരള യാത്രയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഈ 14 ജില്ലകളിലൂടെ നമ്മൾ കടന്നു പോകും. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സന്ദർശിക്കും. കോളേജുകളും പൊതുകേന്ദ്രങ്ങളും എല്ലായിടങ്ങളിലും നമ്മളെത്തും. അവിടെയെല്ലാം ഈ ലഹരി വിരുദ്ധ സന്ദേശം അത് പ്രചരിപ്പിക്കുക, ഒപ്പം അതിനെതിരായ പ്രതിജ്ഞ അതെല്ലാവരും ഏറ്റുചൊല്ലുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം SKൻ്റെ സാന്നിധ്യം ഈ പറയുന്ന എല്ലാ കേന്ദ്രങ്ങളും ഉണ്ടാവുകയും ചെയ്യും. നേരിട്ട് ജനങ്ങളിലേക്ക് ചെന്ന് അവരോടുമായി സംവദിച്ച് എന്തൊക്കെ ആശയങ്ങൾ നിങ്ങൾക്ക് നൽകാനുണ്ട് ആ ആശയങ്ങളെക്കുറിച്ച് അറിയുക. ഇതൊക്കെയാണ് ഈ യാത്രയുടെ ഉദ്യമവും ലക്ഷ്യവും. അതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് SKN മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ യാത്രയിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയങ്ങൾ എന്താണോ, അത് ഒരു റിപ്പോർട്ടായി സർക്കാരിന് നൽകുക, മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുക. അങ്ങനെയെങ്കിൽ അതിൽ നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സർക്കാർ ഒപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും യോജിച്ച ഒരു പ്രവർത്തനമാണ് ഇതിന് വേണ്ടതെന്ന തിരിച്ചറിവാണ് ഈ യാത്രയ്ക്കും യഥാർത്ഥത്തിൽ നല്ല പ്രചോദനമായത്. അതിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതേ ബോധം ഉണ്ടാകും എന്ന് നമുക്കുറപ്പുണ്ട്. ഈ ചടങ്ങ് ആരംഭിക്കുമ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ ഒന്നുകൂടി അടുത്തേക്ക്, ഈ സ്റ്റേജിനടുത്തേക്ക് ഒന്ന് വരാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലഹരിയുടെ വിപത്ത് അത്ര ഭയാനകമാണ്. ഓരോ ദിവസവും വാർത്തയിൽ നമ്മൾ എത്രയോ സംഭവങ്ങൾ, ഒരു സംഭവമൊന്നും അല്ല, ഒരു വാർത്താ ബുള്ളറ്റിൻ വായിക്കുമ്പോൾ തന്നെ അതിൽ 3ഓ 4ഓ സംഭവങ്ങൾ കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്ന് വരുന്ന വിവരം ഒക്കെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി സമൂഹം ഒറ്റക്കെട്ടായി ഈ വിപത്തിനെതിരെ പ്രവർത്തിക്കുക, അത് മാത്രമാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന തിരിച്ചറിവിൽ കൂടിയാണ് ഒരു മാധ്യമം എന്ന നിലയിൽ 24 ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ SKNൻ്റെ ഈ 40 വർഷത്തെ മാധ്യമ ജീവിതയാത്ര ഇങ്ങനെ ഒരു യാത്ര എന്ന തരത്തിലേക്ക് കൂടി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അതിൽ സമൂഹത്തിൻ്റെ പിന്തുണയുണ്ടാകണം. അതാണ് നമ്മൾ ഒരു സ്പോട്ട് എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഇളമ്പല്ലൂർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുണ്ടറ വിളംബരം നടന്ന ഇടമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്ത ആ ഒരിടത്ത് വന്ന് നമ്മൾ ലഹരി എന്ന ഏറ്റവും വലിയ മാരകമായ വിപത്തിനെതിരെ പോരാടാൻ ആവശ്യപ്പെടുമ്പോൾ അത് വളരെ പ്രസക്തമായ ഒരു ആഹ്വാനമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന്, ഇങ്ങനെ ഒരു ചരിത്രപ്രസിദ്ധമായ ഇടത്ത് വന്ന് നമുക്കിത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമുക്കുണ്ടാകും എന്നുറപ്പാണ്. ആ പിന്തുണ വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ശ്രീകണ്ഠൻ നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. SKN പ്ലീസ്. പ്രിയപ്പെട്ടവരെ, മൂന്നാല് ദിവസമായിട്ട് കുറച്ച് അലഞ്ഞുകൊണ്ടാണ് ശബ്ദമൊക്കെ നടഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇന്ന് കൂടുതലും സംസാരിക്കുന്നവരായിരിക്കും. ഇതിൻ്റെ ഒരു യാത്രയുടെ ലക്ഷ്യമൊക്കെ നിങ്ങൾ ഇതിനകം ടെലിവിഷനിലൂടെ അറിഞ്ഞു കാണും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചൊരു 3-4 മാസക്കാലമായി നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. പണ്ടൊക്കെ ഉള്ളതിനേക്കാളും ഇരട്ടി കൊലപാതകങ്ങൾ. നമ്മുടെ നാട്ടിൽ പ്രത്യേകതയുള്ളത് എല്ലാ കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. മറ്റുള്ള സ്ഥലത്ത് പലതും FIR ഇടാറില്ല, രജിസ്റ്റർ ചെയ്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആശ്വസിച്ചിരുന്നത് നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം എണ്ണം പെരുകുന്നത് എന്നായിരുന്നു. എന്നാൽ ഈ സമീപകാലത്തായി ഒരു 3-4 മാസക്കാലമായി പെട്ടെന്ന് കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. 2 മാസം കൊണ്ടൊക്കെ 70 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ഞങ്ങൾ തിരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വ്യാപകമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കൊലപാതകത്തിൽ ഏർപ്പെടുന്നത്.
ഏതാണ്ട് 30 കൊലപാതകങ്ങളെങ്കിലും MDMA ഉപയോഗിച്ച ആളുകളാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ വാർത്താമുറികളിലേക്കൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായി ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത്. അപ്പോൾ കേരളത്തിലുടനീളം നമ്മളൊരു യാത്ര നടത്താൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം, ഇപ്പം നല്ല ചൂടാണ്, 37 ഡിഗ്രി ചൂട് ഈ ജില്ലയിലൊക്കെ ഉണ്ട്. പുനലൂരിൽ ഇന്നലെ ഞങ്ങൾ ഈ പരിപാടി നടത്താനായിട്ട് പോകുമ്പോൾ 39 ഡിഗ്രി ആയിരുന്നു ചൂട്, കത്തി പടരുകയായിരുന്നു ചൂട്. അപ്പോൾ നമ്മൾ AC റൂമിലൊക്കെ ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ള പ്രജിനും അനുജയും ഞാനും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരണമെങ്കിൽ അത്രയും അടിയന്തരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വെയിലോ ഈ ചൂടോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മളൊരു വല്ലാത്ത ഒരു ആപൽഘട്ടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് 24 ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഞാൻ എൻ്റെ മാധ്യമ ജീവിതം ആരംഭിച്ചിട്ട് ഒരു 10-40 കൊല്ലമായി. നിങ്ങൾക്കറിയുന്ന പോലെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്, എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കര താലൂക്കിലെ മേലില എന്ന ഗ്രാമമാണ്. അപ്പം ഞാൻ പഠിച്ചതൊക്കെ കൊല്ലം SN കോളേജിലും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ കുണ്ടറ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെയുള്ള സ്ഥലമാണ്. എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ ഒരുപാട് പേരുണ്ട്. കുണ്ടറയിലെ അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രനൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരിലെ ഒരു കോളേജിൽ കുറച്ചു കാലം ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ആകാശവാണിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആകാശവാണി കുറച്ചു കാലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൂരദർശനിലെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അതുവഴി ഞാൻ ഏഷ്യാനിലേക്ക് ചെന്നു. ഏഷ്യാനിൽ ഒരു പ്രോഗ്രാം ചെയ്തു. അത് കുറച്ച് ഹിറ്റായി നമ്മൾ തമ്മിൽ. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അവിടുത്തെ ഒരു ഫുൾ ടൈം ജീവനക്കാരനായി ഞാൻ മാറുകയായിരുന്നു. അവിടുത്തെ കണ്ടൻറ് മേധാവിയായിട്ട് ഞാനവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ കാലം പോയി. 40 കൊല്ലം കടന്നുപോയി ജീവിതത്തിൽ. ഈ 40 കൊല്ലം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പീരീഡ് തന്നെയാണ്. അതേസമയം ഒരാളിൻ്റെ ജോലിയിലെ 40 കൊല്ലം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ജോലിയിൽ പരാജയപ്പെട്ടെന്ന് വരും, ചിലപ്പോൾ വിജയിച്ചെന്ന് വരാം. നമ്മുടെ കഠിനാധ്വാനം എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ വലിയ പരിക്കുകളില്ലാതെ ഞാൻ 40 കൊല്ലം കടന്നുപോയി. അപ്പോൾ ഈ 40 കൊല്ലം ഞാൻ ജീവിതത്തിൽ ഒരു ആഘോഷത്തിനും നിന്നു കൊടുക്കുന്ന ആളല്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ ജോലിയാണ് എൻ്റെ ആഘോഷം. അപ്പോൾ പക്ഷേ ഈ 40 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വാർത്താമുറികളിൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഒരു വല്ലാത്ത മാനസികമായ വിഷമത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന പല വാർത്തകളും അത് പലപ്പോഴും നമ്മൾ പല വാർത്തകളും വായിക്കേണ്ട എന്ന് തീരുമാനിക്കും. കാരണം അതുപോലെ പലതും നമ്മൾ മറയ്ക്കും. പല ദൃശ്യങ്ങളും ആളുകളെ കാണിക്കില്ല നമ്മൾ. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ മറയ്ക്കുന്നത് നിയമപരമായ ആവശ്യം മാത്രമല്ല, നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നു. അപ്പോൾ ഈ 40 കൊല്ലം കടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു സാമൂഹിക ദൗത്യമാണ്. നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് ഏറ്റവും ആശങ്കയുള്ള ഒരു കാലമാണിപ്പോൾ. അമ്മമാരുടെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഇവരെങ്ങനെ മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കേരളത്തിലേക്ക് 2-3 രീതിയിലാണ് ഈ ലഹരി വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇവിടെയുള്ള ആളുകൾ തന്നെ, നമ്മുടെ മലയാളികൾ തന്നെ ബാംഗ്ലൂരിലോ ആന്ധ്രയിലോ ഗുജറാത്തിലോ ഒക്കെ പോയിട്ട് ഈ മയക്കുമരുന്ന് വാങ്ങിച്ചിവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുക. അവർക്ക് പണക്കാരാവുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ വലിയൊരു സംഘം വേറെയുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാഫിയ നിയന്ത്രിക്കുന്ന ചില ഏജൻറ്റന്മാരാണ്. അവർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുണ്ട്. അവർ കേരളത്തിലേക്ക് വരുന്നു. നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് ദുരഭിമാനമുള്ള ഒരു ജനസമൂഹമാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരാളോടും സംസാരിക്കില്ല. കാര്യം ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം മൂടി വയ്ക്കുന്നു. മൂടി വെച്ച് കഴിയുമ്പോൾ ഇതൊരു ദിവസം പൊട്ടും. നമ്മൾ എത്ര മൂടി വെച്ചാലും ഒരു ദിവസം ഇത് പൊട്ടും. അങ്ങനെ പൊട്ടിയപ്പോൾ ഈ വീട്ടിൽ കൊലക്കത്തിയുമായി വന്നു കയറുന്ന മക്കളെ കണ്ട് മാതാപിതാക്കൾ ഞെട്ടി. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഈ സ്കൂൾ വരാന്തകളിലും കോളേജ് വരാന്തകളിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ മയക്കുമരുന്നിന് അടിമയാണ്. നമ്മൾ കേരളത്തിൽ ഏതാണ്ടൊരു 3.5 കോടി മനുഷ്യരേ ഉള്ളൂ. അതിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ MDMA എന്ന് പറയുന്ന രാസലഹരിയുടെ അടിമയാണ്. ഞങ്ങളിന്ന് ശാസ്താംകോട്ട കോളേജിനടുത്ത് പോയി. കോളേജിനോട് ചേർന്നുള്ള ഒരു മുളങ്കാട് ഞങ്ങൾ കണ്ടു. ആ മുളങ്കാട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശമായി. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടാവാൻ പറ്റിയ സ്ഥലമാണല്ലോ, വേണമെങ്കിൽ ഡെസ്റ്റിനേഷൻ മാരേജ് നടത്താം, അതുപോലെ ആൾക്കാർക്ക് സേവ് ദ ഡേറ്റ് വേണേൽ അവിടെ നടത്താം. നല്ല മുളങ്കാടാണ്. ഏതോ ഒരു പ്രൊഫസറിനും കോളേജിലെ കുറച്ച് കുട്ടികൾക്കും തോന്നിയ ഒരു ഐഡിയ ആണ് അവിടെ ഒരു മുളങ്കാടായിട്ട് മാറിയത്. എന്നാൽ ആ മുളങ്കാട് ശരിക്കും ഒരു മൂളങ്കാടായിട്ട് ഇപ്പം മാറിയിരിക്കുക.
കുറേ ലഹരി താല്പര്യമുള്ള ആൾക്കാർ രാവിലെ ഒരു 9 മണിക്ക് കാട്ടരാത്തി എന്ന് കയറിയാൽ രാത്രി വൈകുന്നേരമൊക്കെ ആയിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ എന്നോട് 1-2 സ്ഥലവാസികൾ പറഞ്ഞത് MDMA പോലും സ്വാധീനമുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ അവിടെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി. ഈ മുളങ്കാട് നമ്മൾ ശുദ്ധമാക്കും എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ SPO ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കോളേജിലെ SFI KSU സംഘടനക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ കാവലിരിക്കണം, അവിടെ ഒരാളും അവിടെ കടന്നു കയറാൻ സമ്മതിക്കരുത്. ഞങ്ങൾ അവിടെ ഒരു 100 ബോർഡും വയ്ക്കാൻ തീരുമാനിച്ചു. ലഹരി മരുന്ന് കഴിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. എത്രയോ നല്ല കുട്ടികൾ ഇന്ന് ഞങ്ങളവിടെ ചെന്നു അതുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഈ മയക്കുമരുന്ന് ഗ്രൂപ്പിന്. അവർ വളരെ ശക്തരാണ്, സംഘടിതരാണ്. അവർ അവിടെ ചെന്നത് തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു. SKN ഇറങ്ങിയിട്ടുണ്ട്, ഈ കടുവ ഇറങ്ങിയെന്നൊക്കെ പറയില്ലേ, SKN ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം മുളങ്കാട്ടിലേക്ക് പോകണ്ട, വഴിതിരിഞ്ഞ് പൊക്കോളാൻ, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ നാളെ അവിടെ രാവിലെ കാണും, നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് പറയാൻ പറ്റാത്തതിൽ മാത്രമല്ല അവിടുത്തെ ആളുകൾ ഒരു ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മനോഹരമായ സംശുദ്ധമായ കുടിവെള്ളം കിട്ടുന്ന ശാസ്താംകോട്ട തടാകത്തിൻ്റെ കരയിലാണ് ഈ മുളങ്കാട്. അപ്പോൾ ഈ മുളങ്കാട്ടിൽ വെച്ച് ഈ കുട്ടികളെ ഓടിച്ചിട്ട് പിടിക്കുകയോ ചെയ്താൽ എടുത്ത് കായലിൽ ചാടികളയും. ശാസ്താംകോട്ട കായലിൽ ചാടി അവർക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഓടിച്ചിട്ട ആളാരാന്ന് വെച്ചാൽ അയാളകത്തായി പോകും. നിങ്ങൾക്കറിയാം, ഈ അടുത്തിടെ MDMA പോലീസുകാർ പിടിച്ചപ്പോൾ ഒരുത്തൻ MDMA അങ്ങ് വിഴുങ്ങി, കവറോടങ്ങ് വിഴുങ്ങി. ആമാശയത്തിനൊന്നും അറിയത്തില്ല MDMA ആണെന്ന്. ആമാശയത്തിൽ കിടന്ന് ഈ കവറ് പൊട്ടിപ്പോയി. അത് അവന് നിയന്ത്രിക്കാൻ പറ്റില്ല. പൊട്ടലേ എന്ന് ആഗ്രഹിച്ചാണ് അവൻ കൊണ്ടു കിടന്നെങ്കിലും ആമാശയത്തിൽ കിടന്ന് പൊട്ടി അവൻ്റെ അവസാനത്തെ ആമാശയമായിട്ട് അത് മാറി. കാര്യം ഈ MDMA പോലും മയക്കുമരുന്ന് കൊണ്ട് നടക്കരുതെന്നും അഥവാ പോലീസുകാർ കണ്ടാലും ഇത് വിഴുങ്ങരുതെന്നും ഒക്കെ അറിയാവുന്ന ഒരുവനാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ചെയ്തത്. അങ്ങനെ എത്രയോ ആളുകൾ, അതായത് നമ്മുടെ മനുഷ്യരൊക്കെ എന്തൊരു അപകടകാരികളാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കർത്താവ് നമുക്ക് ഓരോരോ അവയവം തന്നിരിക്കുന്നതിനെല്ലാം കൃത്യമായൊരു ഉപയോഗമുണ്ട്. പക്ഷേ ഈ ഉപയോഗത്തിന് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, അറുത്ത് കയറി സർജറി ചെയ്ത് കുത്തിക്കെട്ടി വെച്ച് മയക്കുമരുന്നുമായിട്ട് ഇന്ത്യയിലേക്ക് വിമാനം കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയും പണം ഉണ്ടാക്കുക, ചത്തുപോയാലും വേണ്ടില്ല, അതിനും കുറച്ച് കാശുണ്ടാക്കുക. അപ്പോൾ ഈ കാശ് കുറേ കറൻസി നോട്ടിട്ട് കത്തിച്ചാൽ ഒരുത്തൻ്റെ ജീവിതം തീരുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. അത്ര അപകടകരമായ ഒരു കാലയളവാണിത്. നമ്മളറിയേണ്ടത്, നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ലഹരി ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ ലഹരി വരവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള കുട്ടികളാകില്ല. ചില ആൾക്കാർ വിചാരിക്കും, എൻ്റെ വീട്ടിലെ കുട്ടി നല്ല സ്മാർട്ടാണ്, അവൻ നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, അതുകൊണ്ട് അവന് ഈ MDMA വലയിൽ വീടില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ നിങ്ങൾ തെറ്റി. ഈ കുട്ടികൾ ഒന്നാമത് നിങ്ങൾക്കറിയാം, ഒറ്റയ്ക്കിരുന്ന് സ്മാർട്ട് ഫോണിലൂടെ ലോകത്തെ കാണുന്നവരാണ്. വാട്സപ്പിൽ അവർക്ക് ഒരുപാട് ചേട്ടന്മാരെ അറിയാം. അവർ ഈ ചേട്ടന്മാരാദ്യം ലോകി മേടിച്ചു വരുന്ന ആളുകൾ തന്നെ ഈ പഞ്ചസാര പോലെ വെളുത്തിരിക്കുന്ന ഈ സാധനമൊക്കെ കുട്ടികൾ കൊടുക്കും. സ്കൂൾ വരാന്തയിലൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചുള്ളൂ, ഈ ചോക്ലേറ്റിൽ ലഹരി കലർത്തി വിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആദ്യം 1-2 തവണയൊക്കെ നിർബന്ധിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടി പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത് വാങ്ങുന്നുണ്ട്. കുറച്ച് ദിവസം ഇതൊരു അഡിക്ഷനാവും. അഡിക്ഷനായി അവർ ഗ്രേഡ് കൂട്ടിക്കൊണ്ടുവന്ന് അവസാനം MDMA പോലുള്ള ഈ കെമിക്കൽ ലഹരികളിലേക്ക് ആളുകൾ വീഴും. ഇതൊന്നും ഞാൻ പറയുന്നത് മുത്തശ്ശിക്കഥയല്ല, ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമ്മമാർക്ക് പണ്ടത്തെ പോലെയല്ല. പണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് രാവിലെ പോകുമ്പോൾ ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ കയറുന്നൊരു അമ്മ ഈ വൈകിട്ട് കുട്ടി വരുന്ന പോലും ചിലപ്പോൾ അറിയില്ല. അവൻ നേരെ വന്ന് മുറിക്കകത്ത് കയറി അവൻ്റെ കമ്പ്യൂട്ടർ തുറക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ഫോണിൽ കളിക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇന്നതല്ല, അമ്മ ഗേറ്റിൽ ടാറ്റ പറയുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. കാര്യം ഇവൻ വരുന്ന വരെ ടെൻഷനാണ്. നമ്മുടെ നാട് ഇങ്ങനെ വല്ലതുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുണ്ടറ പോലെ ഒരു സ്ഥലത്ത് ഇവർ പറഞ്ഞ പോലെ കിളിമാനൂർ കൊട്ടാരത്തിൽ വിശ്വസിച്ച വേലുത്തമ്പി തളവ കുണ്ടറ വന്ന് വിളംബരവും നടത്തിയിട്ട് ബ്രിട്ടീഷുകാരോട് മണ്ണടി പോയി അടരാടാൻ പോയ വേലുത്തമ്പിയൊക്കെ നടന്ന മണ്ണായത്. നമ്മളറിയണം, കുണ്ടറ വിളംബരം മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഒന്നാമത് നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായിപ്പോയി. നമുക്ക് കുട്ടികളോട് സ്നേഹമില്ല. നമ്മൾ ഈ കുത്താനുള്ള സാധനം ഈ മൊബൈൽ ഫോൺ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് ഇത്രയധികം മണിക്കൂർ കുത്തുന്ന ആളുകൾ വേറെ കാണത്തില്ല. നമ്മളെ യഥാർത്ഥത്തിൽ ഈ മരിച്ചാലും നമ്മളെ ചില്ലിട്ട് വെക്കേണ്ടതാണ്. കാര്യം 16 മണിക്കൂറൊക്കെ കുത്ത് നടത്തുന്ന ആളുകൾ വേറെ എവിടെയെങ്കിലും ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനൊരിക്കൽ ഒരു ഇൻ്റർനാഷണൽ ഒരു പുരസ്കാരത്തിൻ്റെ ഒരു വിധികർത്താവായിട്ട് ഹോങ്കോങ്ങിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ടെലിവിഷൻ മുതലാളി എന്നോട് ചോദിച്ചു, വൈകുന്നേരം ഈ ടെലിവിഷൻകാരെല്ലാം ഒത്തുചേർന്നൊരു ഗെറ്റുഗതറിൽ ഒരു മുതലാളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര മണിക്കൂർ ആൾക്കാർ TV കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വളരെ പ്രോഗ്രസീവായൊരു ജനതയാണ്,
എന്നാലും പറയൂ, നമ്മൾ നോക്കട്ടെ പ്രോഗ്രഷൻ എത്രമാത്രമുണ്ട്. ഞങ്ങളൊരു 16 മണിക്കൂറൊക്കെ ഞങ്ങൾ ഈസി ആയിട്ട് തള്ളുന്നവരാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഇയാൾ കേട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷിൻ്റെ കുഴപ്പമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു 16 hours എ ഡേ. ഞാൻ എ ഡേ. അയാൾ പിന്നെ എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. നിങ്ങളുടെ നാട്ടിൽ എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചു. കഷ്ടിച്ച് 40 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു ബോധമില്ലാത്തവന്മാർ, ടി വിക്ക് മുമ്പിൽ 10-16 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നവന്മാർ എന്താണ്. അപ്പം ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ 40 മിനിറ്റ് കൊണ്ട് മതിയാവുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ഫേസൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഈ ഉറക്കം വരുന്നതിന് മുമ്പ് ഉറക്കം കിട്ടാനുള്ളൊരു സിദ്ധൌഷധമായി ടെലിവിഷൻ. ആ ഗുളികയാണ് ടെലിവിഷൻ. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ടെലിവിഷനിൽ ഉണർന്ന് ടെലിവിഷനിൽ ജീവിച്ച് ടെലിവിഷനിൽ ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ കുട്ടികളും എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാം, ഞാൻ പറയുന്നത് ടെലിവിഷൻ കാണണമെന്നല്ല, നിങ്ങൾ സെലക്റ്റീവായിട്ടേ കുട്ടികളെ കാണിക്കാവൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അക്രമങ്ങളൊക്കെ ടെലിവിഷനിൽ വന്നു എന്ന് വരാം. പക്ഷേ കുട്ടികൾ ഒരുപാട് മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആണെങ്കിൽ, കുട്ടികൾക്ക് വേറെ കൂട്ടുകെട്ടുണ്ടാവുന്നെങ്കിൽ, അവൻ വൈകുന്നേരം കളിക്കാൻ പോകുമ്പോൾ അവൻ ആരെയാണ് കൂടെ കൊണ്ട് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഈ തീവ്രവാദികൾ വരെ നമ്മുടെ നാട്ടിൽ കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ മയക്കുമരുന്നിൻ്റെ ഗ്യാങ്. ഈ കുട്ടികളെ പിടിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തെ തകർക്കാൻ ഏറ്റവും എളുപ്പം ആ നാട്ടിലെ കുഞ്ഞുങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കുരുതിക്കളത്തിലേക്ക് ഇറക്കുന്ന വലിയൊരു സംഘമുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ലഹരിയുടെ ആപത്ത് ശരിക്കും അറിയുന്ന നാട്ടുകാർ കൂടിയാണ് ഇവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ അരുൺരാജ് പറഞ്ഞാണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് നടന്നൊരു സംഭവം അല്ലെ, ആ ഞെട്ടൽ ഒരുപക്ഷെ ഈ നാട്ടിൽ അത് വിട്ടുമാറിയിട്ടുണ്ടാവില്ല. ഒരു അമ്മയും അപ്പൂപ്പനെയും വെട്ടി. അതെ അത് ഇവിടെ തന്നെയായിരുന്നു ആ സംഭവം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് പറഞ്ഞ പോലല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഇത് വളരെ സ്പ്രെഡ് ചെയ്ത് വരികയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ടാൻസാനിയയിലുള്ള ഒരു വിദ്യാർത്ഥിനിയും നമ്മുടെ പോലീസ് പോയി പിടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ പോലീസിനിപ്പോൾ ഏകദേശം കൃത്യമായിട്ട് അറിയാം ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്ന ഉറവിടങ്ങൾ ഏതാണെന്ന്. അവരിത് അന്വേഷിച്ച് പോകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാം. ഇപ്പോൾ ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ, ഈ ഗുജറാത്ത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവർ അന്വേഷിച്ച് പോയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നൊരു പോലീസ് സംഘം മിടുക്കരായ പോലീസുകാർ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലേ ഈ പ്രതികളെ പിടിക്കാൻ പോകാൻ പറ്റൂ. ഈ പ്രതികളെ പിടിക്കാനായിട്ട് ഒരു ജീവൻ പണയം വെച്ച് പോകാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പോൾ ഈ പോലീസുകാരൻ ആദ്യം വിളിച്ചു പറയും, കേരളത്തിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ട്, നിങ്ങൾ സ്ഥലം വിട്ടോളാൻ പറയും. ഇവർ സ്ഥലം കാലിയാക്കും. അതല്ലെങ്കിൽ ഇവന്മാർ കയ്യൂക്ക് കാണിക്കും, പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇവിടുന്ന് പോകുന്ന 3-4 പോലീസുകാർ അവിടെ പോയിട്ട് 10-60 പേരുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഗ്യാങ്ങാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തെ ഈ മണ്ണിലേക്ക് ഒരു വ്യാപാരിയും കടത്തില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കുട്ടികളോട് നമ്മൾ ശാസിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. കുട്ടികളെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. അതേസമയം ഇത് ലഭ്യമല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം കുറച്ച് കുട്ടികളെങ്കിലും അവർ സ്വഭാവത്തിൽ എന്തെങ്കിലും വിചിത്രമായ രീതികൾ കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രജ്ഞനെടുത്ത് ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു വിചിത്ര സ്വഭാവം കാണിച്ച ഉടനെ തന്നെ മനോരോഗത്തിനടുത്ത് കൊണ്ടുപോയ കുട്ടികൾ സംശയിക്കും. നിങ്ങളത് വളരെ തന്ത്രപൂർവ്വം, കാര്യം ഇപ്പോഴത്തെ കുട്ടികളാണ് വളരെ സെൻസിറ്റീവാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ ഞാൻ അങ്ങ് പോട്ടോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോകും. പിന്നെ നമുക്ക് മെനക്കേടാവും. ഇപ്പോൾ ചാനലിൻ്റെയും കൂടെ പണിയാണ് കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വയറാവളിയും ബൾബുമായിട്ട് ഇറങ്ങി എത്രയോ പിള്ളേരെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഈയിടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ വാർത്താമുറിയിൽ പതിവ് പ്രക്ഷേപണത്തിലിരിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്നൊരു ഫോൺ വന്നു. ഒരു പിതാവ് സംസാരിക്കുന്നത്. അങ്ങേര് എന്തോ കുണ്ടറ നമ്മുടെ ഇളമ്പള്ളൂർ ഉത്സവം കാണാൻ പോയാലോ പറയുകയാണ്. അപ്പോൾ പെങ്കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞ കൊച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഒരു പരിചയമില്ല എനിക്ക്. പുള്ളി പറയാം പെങ്കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. തള്ള എന്തോ പറഞ്ഞു, അവളങ്ങ് ഇറങ്ങിപ്പോയി. അവൾ എവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നൊക്കെ കേട്ടു. നിങ്ങളൊരു ഫോട്ടോയും വെച്ചൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ പിടിച്ചു കൊടുത്തു. അപ്പോഴേ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. വളരെ എളുപ്പത്തിലായി പിതാവ്. ഞാൻ ചെയ്ത് നിങ്ങളുടെ കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചു. ചില വല്ലവരുടെയും കുട്ടിയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ എൻ്റെ സ്വന്തം കുട്ടിയാണെന്നേ, ഇതുപോലെ 4 എണ്ണം എനിക്കുണ്ട്. പുള്ളി വളരെ ആവേശത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പിതാവ് പോലും അതിനോട് വളരെ ലാഘവത്തോടെ സമീപിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നിങ്ങളോട് ലെങ്തിൽ സംസാരിക്കാൻ എൻ്റെ തൊണ്ട എന്നെ അനുവദിക്കുന്നില്ല. നമ്മുടെ ഈ വോക്കൽ കോഡ് എന്നൊരു സാധനമില്ലേ, അത് വളരെ സെൻസിറ്റീവ് ഒരു മെഷീനാണ്. അതിന് നമ്മൾ ഒരു ബഹുമാനം കൊടുത്തില്ലെങ്കിൽ അത് പ്രതികരിച്ചു തുടങ്ങും. ഇപ്പോൾ പ്രതികരിച്ചു എന്നോട് ഇന്ന് രാവിലെ, എന്തുവാടേ ഇയാളെ കാണിക്കുന്നതെന്ന് വോക്കൽ കോഡ് എന്നോട് ചോദിക്കുക. രാവിലെ എണീറ്റ് അങ്ങ് തുടങ്ങുക. അപ്പോൾ അത്രയും വോക്കൽ കോഡ് പ്രതികരിക്കുക. ഒന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് വോക്കൽ കോഡൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ എന്നാലും എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ നാട്ടിലെ ഓരോ അമ്മയുടെയും കണ്ണീര് ഞാൻ തിരിച്ചറിയുന്നു.
അതുകൊണ്ട് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആളുകളെ കുത്തിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ മൃഗീയമായിട്ട് കൊല്ലാനും മലയാളിക്ക് മടിയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ. മയക്കുമരുന്ന് കഴിച്ചിട്ട് ഒരാളെ പള്ളയ്ക്ക് കത്തി കയറ്റുമ്പോൾ വേണമെങ്കിൽ ഒരു കുത്ത് കുത്തിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വലിച്ചൂരി ഒന്നുകൂടെ കുത്തും. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ പ്രതികാരദാഗി കിടക്കുകയാണ്. ഈ നമുക്കൊരു പ്രത്യേകതരം ഒരു മനോരോഗമുണ്ട്, സൈക്കാട്രിസ്റ്റിലൂടെ ഉണ്ട്, നൗഷാദിനൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. അതായത് ഹോമിസൈഡൽ മാനിയ എന്ന് പറയും. ഒരു കൊലപാതകത്തോട് തരം പ്രണയമാണ്. ഒരാളെ കൊല്ലുമ്പോൾ ഇങ്ങനെ ചറപറ കുത്തും, ഒരു കുത്തല്ല, കുറേ കുത്തി കൊല്ലും. അങ്ങനെ കുത്തുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള ഒരു വിചിത്രമായ സ്വഭാവ രീതി ഈ MDMA ധരിക്കുന്ന ആളുകൾ കാണിക്കും. മുതിർന്നവരുമുണ്ട്. പക്ഷേ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കുട്ടികളെയാണ്. മുതിർന്നവരെ പിന്നീട് നമുക്ക് രക്ഷപ്പെടുത്താം. കാര്യം ഈ സാധനം കേരളത്തിൽ ലഭ്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് പ്രമാണിച്ചാണ് തിരുവനന്തപുരം നമ്മളൊരു യാത്ര തുടങ്ങിയത്. 14 ജില്ലകളിലൂടെ 30 ദിവസം നീളുന്നൊരു യാത്രയാണ്. ഈ യാത്ര തുടങ്ങുന്നത് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിലാണ്. ഈ 100 അമ്മമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അതായത് സിദ്ധാർത്ഥൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെ പറയുന്ന കേരളത്തിൽ കണ്ണീരും കൈയുമായി ജീവിക്കുന്ന കുറേ അമ്മമാരുണ്ട്. അവരുടേതല്ലാത്ത കാരണത്താൽ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ കുട്ടികളില്ലാതായി പോകുന്നൊരു അമ്മ. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, പെറ്റ കുഞ്ഞിൻ ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മ തൻ കണ്ണുനീരാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരമ്മ ജീവിച്ചിരിക്കെ കുഞ്ഞിൻ്റെ ശവം മടിയിൽ വെച്ച് കരയേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർ, അതായത് റാഗിങ്ങിന് വിധേയമായി കുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് ടെലിഫോണിൽ അറിയേണ്ടി വരുന്ന പാവപ്പെട്ട അമ്മമാർ, ഇത് ചെയ്ത ആൾക്കാരെന്താ, ഇവർക്കെല്ലാം ലഹരി വസ്തുക്കളുടെ സ്വാധീനമുണ്ട്. ഹോസ്റ്റൽ മുറികളിൽ കളമശ്ശേരിയിൽ കോളേജിൽ ഒരു പോളിടെക്നിക് കോളേജിൽ 2 കിലോ കഞ്ചാവ് പിടിച്ചു. കഞ്ചാവ് പിടിച്ചതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കഞ്ചാവ് സംഭരണശാലയായിരുന്നു. അവിടുന്ന് കഞ്ചാവ് പല സ്ഥലത്തേക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവിടെ 250 ഗ്രാം, കുണ്ടറ കിഴക്ക് ഈസ്റ്റിൽ 250, എഴുകോണ് 400 ഗ്രാം, അങ്ങനെ ഓരോ സ്ഥലത്തേക്കും വിതരണം ചെയ്യേണ്ട കഞ്ചാവിൻ്റെ ഡീറ്റെയിൽസ് വരെ അവിടെ ഈ കളമശ്ശേരിയിൽ ഉണ്ടായിരുന്നു. എക്സൈസുകാർ ഞെട്ടിയിരിക്കുക. അവർ വിചാരിച്ചില്ല ഒരിക്കലും ഈ പിള്ളേർ കച്ചവടത്തിന് ഇറങ്ങുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പതുക്കെ നമ്മുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് വഴുതി മാറുന്ന ഒരു ഫീൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് പിടിച്ചു നിർത്തിയേ പറ്റൂ. നമുക്ക് നമ്മുടെ കുട്ടികളെ കളയാൻ പറ്റില്ല. അതേസമയം ഈ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ശാസിക്കുകയോ അവരെ തെറ്റിദ്ധരിക്കുകയോ പാടില്ല. കാരണം കുട്ടികളെ ഈ സ്വാധീന വലയത്തിലേക്ക് മനഃപൂർവ്വം ആൾക്കാർ കൊണ്ട് തള്ളിയിടുന്നതാണ്. അവർ നിരപരാധികളാണ്. അവർക്ക് ഈ സാധനം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിപ്പിച്ച് അവരുടെ സ്വഭാവം മാറ്റി അവർ ഈ കൊലപാതകം പോലെയുള്ള അക്രമങ്ങളിൽ വീഴുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മുടെ ഈ യാത്ര. അത് ഒരുപക്ഷെ 14 ജില്ലകൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ജില്ലകളിലെല്ലാം ഈ സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഇന്നലെ സന്ദർശിച്ച ഒരു വിദ്യാലയത്തിൽ ആകെയുള്ള കുട്ടികളിൽ 15 കുട്ടികൾ MDMAക്ക് അഡിക്റ്റ് ആണെന്ന് അവിടുത്തെ ഒരു മേധാവി എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർക്കൊന്നും ക്ലാസ് മുറിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഈ ഹിസ്റ്ററി ക്ലാസ്സിലിരിക്കുമ്പോൾ 10-20 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ സാധനം കഴിക്കാത്തതുകൊണ്ട് ക്ലാസ് മുറി വിട്ടു പോയിട്ട് എവിടെയെങ്കിലും പോയി വല്ല മരക്കൂട്ടത്തിന് നടുവിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ക്യാമ്പസ്, അത് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ചില പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ചില പള്ളിക്കൂടങ്ങൾ, അവരുടെ റെപ്യൂട്ടേഷനാണ് ഏറ്റവും പ്രധാനം. 2, 4, 5, 10 കുട്ടികൾ MDMA കഴിച്ചു മരിച്ചാലും അവർക്ക് അവരുടെ മാനേജ്മെൻറ്റിന് ഏറ്റവും പ്രധാന റെപ്യൂട്ടേഷനാണ്. കാരണം അടുത്ത വർഷം അഡ്മിഷൻ നടക്കണം, കുട്ടികൾ വരണം. ഇന്ന് വലിയൊരു മത്സര രംഗമാണ് ഈ വിദ്യാലയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ ചെന്നിരിക്കുന്നത് ഒരു ആപൽഘട്ടത്തിലാണ്, ഒരു ആസുര കാലത്താണ്. അതുകൊണ്ട് നമുക്കിനി മറ്റു വഴികളില്ല. നമുക്ക് ഈ മാഫിയ സംഘങ്ങളുടെ കടയർത്ത് വീഴ്ത്തണം, ഇത് വിതരണം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തണം, ഇതിൻ്റെ ഉറവിടം ഏതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ റെയ്ഡ് നടക്കുന്നുണ്ട്. അന്ന് ഞാൻ മുഖ്യമന്ത്രിയുമായി ഒരു അഭിമുഖം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടെ പറഞ്ഞു, നമ്മൾ കുറച്ച് താമസിച്ചു പോയി, നമ്മൾ തീർച്ചയായിട്ടും താമസിച്ചു പോയി. പക്ഷേ നമ്മുടെ പോലീസ് സേന അതിശക്തമായതുകൊണ്ടും നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം വളരെ കരുത്തുള്ളവരായതുകൊണ്ടും മനോജ് എബ്രഹാമിനെ പോലെയുള്ള നല്ല പോലീസ് ഓഫീസേഴ്സ് നമുക്കുള്ളതുകൊണ്ടും നമുക്കിനിയും ഇതിനകത്ത് ഒരു യുദ്ധം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിനി താമസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജനങ്ങളെ കുറച്ചുകൂടി ബോധവൽക്കരിച്ച് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ഈ ലഹരി ഒഴുകുന്നത് എന്നുകൂടി മനസ്സിലാക്കിപ്പിച്ച് ജനങ്ങളുടെ സഹകരണം കൂടി നേടി നമ്മുടെ പോലീസ് സംവിധാനം കരുത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഈ അപകടം ഒഴിവാക്കാൻ പറ്റും. വലിയൊരു വിപത്തിലേക്കാണ് മലയാളി ചെന്നുപെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു വലിയ കിണറ്റിൽ നമ്മൾ വീഴാൻ പോകുന്ന പോലെയാണ്. അവിടെ നിന്ന് നമുക്ക് ഇവരെ പിടിച്ചു മാറ്റി ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. 2 രീതിയിലാണ്. ഒന്ന്, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി ഇതിൻ്റെ വ്യാപനം തടയണം, ഇതിൻ്റെ ഒഴുക്ക് തടയണം. 2, ഇതിൽ ഓൾറെഡി പെട്ടുപോയ കുറേ
കുട്ടികളും മുതിർന്ന ആൾക്കാരുമുണ്ട്. അവരെ നമുക്ക് ചികിത്സിപ്പിച്ചും സംസാരിച്ചും കൗൺസിലിംഗ് നടത്തിയും അവരെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ മാതാപിതാക്കൾ വളർത്തിയ കുട്ടികളെല്ലാം പട്ടുപോവുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയേ, ഇല്ലാതായി പോവും. നമുക്കൊരു പക്ഷേ ഒരുപാട് ചെറിയ 1-2 കുട്ടികളല്ലേ ഒരു വീട്ടിലുള്ളൂ. നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ വെച്ചിട്ടാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. പലപ്പോഴും ഈ സ്നേഹവാത്സല്യം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കുട്ടികൾക്ക് നമ്മോട് താല്പര്യമില്ലാത്തത്. ഈ കുട്ടികൾ നമ്മളോട് പെട്ടെന്ന് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നൊരു കാലമാണ്. നമ്മൾ എന്തിനെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൊടോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങിപ്പോവും. സ്കൂളിലെ അധ്യാപകന്മാർക്കും പഠിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അതായത് ഈ കുട്ടികൾക്ക് നല്ല കളിസ്ഥലങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ. അവിടെയൊക്കെ കളിക്കാൻ നമ്മൾ വിടത്തില്ല. കാര്യം മൊത്തം സമയത്തും പഠിപ്പിച്ചവനെ നേരെയാക്കി ഡൊണാൾഡ് ട്രംപിൻ്റെ കുപ്പായം അണിയിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആവുമെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി. നമുക്ക് അത്രയൊക്കെ വേണോ? ജീവിച്ചു പോയാൽ പോരെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് പണ്ട് കഥാപ്രസംഗം പഠിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ നാടകം അഭിനയിക്കാൻ പോകുമായിരുന്നു. സ്കൂൾ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പുസ്തകം എഴുതാൻ പുസ്തകരചന നടത്തുമായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ മടങ്ങി പോകണം. അതല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ശ്വാസം മുട്ടുന്ന അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ അവരാ ശ്വാസം മുട്ടലിനെ കടന്നു പോകാൻ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. നിങ്ങളിന്ന് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ ആദ്യം ഒന്ന് നിങ്ങൾക്കൊരു കുട്ടിത്വം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും പിഴവ് പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്വീകരണ മുറികളിലും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികളോട് സംസാരിക്കുന്നുണ്ടോ? അമേരിക്കയിലൊരു സർവേ നടന്നിട്ടുണ്ട്. 300 കുട്ടികൾക്കിടയിൽ 300 ആൾക്കാരുടെയിൽ 18-30 മധ്യ പ്രായമുള്ള ആളുകൾക്കിടയിൽ ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ 248 പേരും 12 മണിക്കൂറോളം കമ്പ്യൂട്ടർ പോലുള്ള മൊബൈൽ ഫോണുകൾ പോലെയുള്ള യന്ത്ര സാമഗ്രികളുമായിട്ട് സംവദിക്കുന്നതല്ലാതെ അവർക്ക് ഒരു തവണ പോലും അവരാളുകളുമായി സംസാരിക്കുന്നില്ല. ആ ഒരു അവസ്ഥ ശരിക്കും ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ജാഗ്രത പാലിക്കണം. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനായിട്ടൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ യാത്രയ്ക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് SKN40 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഓരോ ജില്ലയുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് ഒഴുകുന്നത്. ഇപ്പോൾ എക്സ്പെർട്ടുകളുമൊക്കെ ഇനി അതിൽ സംസാരിപ്പിക്കാൻ നമുക്ക് ഉദ്ദേശമുണ്ട്. ക്രിമിനോളജി പഠിച്ചിട്ടുള്ള വിദഗ്ധന്മാരും നിയമവിദഗ്ധന്മാരും അഥവാ ഒരു കുട്ടി ഇതിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാം. നിങ്ങളത് SKN40 എന്ന് അടിച്ചാൽ നിങ്ങൾക്കിത് കിട്ടും. നമ്മുടെ ടെലിവിഷൻ നെറ്റ്വർക്ക് മുഴുവനും ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവസാനത്തെ വിൽപ്പനക്കാരനും ഈ കേരളം നമുക്ക് പറ്റിയ മണ്ണല്ല എന്ന് മനസ്സിലാക്കി ഈ നാട് വിട്ടു പോകുന്നത് വരെ നമ്മൾ ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, എല്ലാവരെയും പിടിച്ചകത്തിട്ട് കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്തും ഈ കഞ്ചാവ് പോലെയുള്ള ലഹരി ലഭ്യമല്ല, MDMA പോലുള്ള സാധനം ലഭ്യമല്ല എന്ന് ഉറപ്പ് വന്നാലും കുറേ കാലം കൂടി നമ്മളിത് പിന്തുടരും. കാരണം ഇതല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും തിരിച്ചു വരും. അതുപോലെ കേരളത്തിലെ ചില കലാകാരന്മാരും ചില പാട്ടുകാരും ഒക്കെ ചില സിനിമാ താരങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് മുഖപിടിച്ച് വീണിട്ടുണ്ട്. അവരെ പോലുള്ള ആളുകൾ, ബുദ്ധിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ക്രീനിലൊക്കെ വരുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഞ്ചാവ് വലിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് വലിയ വികാസം ഉണ്ടാക്കാൻ കാരണമാകും. MDMA കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രിസിഷൻ കിട്ടും, ജീവിതത്തിൽ കുറച്ചുകൂടെ നമ്മൾ ഷാർപ്പാവും, നല്ല ഊർജ്ജസ്വലരാകും. നമ്മൾ ഊർജ്ജസ്വലരായിരിക്കും, കത്തി കയറ്റാൻ വേണ്ടി ഊർജ്ജസ്വലത കാണും. നിങ്ങളോട് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം ലോകത്തിൻ്റെ ചില ഗ്വാട്ടിമാല പോലെ എൽസാൽവദോർ പോലെയുള്ള ഒരു സ്ഥലത്ത് കഞ്ചാവ് ഇപ്പം നിരോധിച്ചിരിക്കുക. പണ്ടവിടെ കഞ്ചാവ് ഉണ്ടായിരുന്നു. ഈ സൗത്ത് അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും കഞ്ചാവ് നിയമവിധേയമാണ്. എന്നാൽ ഈ സ്ഥലങ്ങളിലോ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് കൊണ്ട് കിടക്കാം നമുക്ക്. അവിടെയോ ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും ഒരു മെഡിക്കൽ പരിശോധനയിലും കഞ്ചാവ് കൊണ്ട് ഗുണമുണ്ട് എന്ന് തെളിഞ്ഞിട്ടില്ല. കഞ്ചാവ് നിരന്തരം വലിക്കുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധിക്കോ തലച്ചോറിനോ വളർച്ച ഉണ്ടാകും എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കർത്താവ് ഈ തലച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭാവിയിൽ ഇവൻ കഞ്ചാവ് അടിച്ച് ഇത് വളർത്തുമെന്നൊന്നും കർത്താവ് ആലോചിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടാകത്തുമില്ല. ഞാൻ ഈ കർത്താവിനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ കർത്താവാണല്ലോ നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ടാണ് ഈ കർത്താവിനെ പ്രതികൂട്ടി തീർന്നത്. അല്ലെ നിങ്ങൾ വിചാരിക്കുകയാണ് എപ്പോഴും ഇതിനെ കർത്താവിനെ വിളിക്കരുത്. അപ്പോൾ കർത്താവ് നിരപരാധിയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കഞ്ചാവും MDMAയും മാരകമായ ലഹരി ശരീരത്തേക്ക് പമ്പ് ചെയ്യുമെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, പിന്നെ ഒരു ഗുണമുണ്ട്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിരന്തരം കഞ്ചാവ് വലിക്കുന്ന ആളിൻ്റെ ശരീരത്ത് ഈ ഒരു മരുന്ന് വേക്കത്തില്ല കേട്ടോ. ഒരു മരുന്ന് അങ്ങോട്ട് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ അത് തിരിച്ചിറങ്ങി വരും. കാര്യം അത് ഏക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കഞ്ചാവ് അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് കഞ്ചാവ് ചെടി വീട്ടിൽ വളർത്തരുത്.
ചില ആൾക്കാർ കഞ്ചാവ് ചെടിയൊക്കെ വളർത്തുന്ന ചില സ്വഭാവക്കാരൊക്കെ ഉണ്ട്. കഞ്ചാവ് ചെടി വളർത്തരുത്. കഞ്ചാവ് എന്ന് പറയുന്നൊരു സാധനം മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു ലഹരി വസ്തു തന്നെയാണ്. MDMA അതിക്രൂരമായ ഒരു ഏർപ്പാടാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഒഴുക്ക് കേരളത്തിൽ തടയാനും നമ്മുടെ കുട്ടികളെയും കുരുന്നുകളെയും നേർവഴിക്ക് പിടിച്ച് നടത്താനും വേണ്ടിയുള്ള സർക്കാരിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസിൻ്റെയും ശ്രമത്തിന് നമ്മളാൽ കഴിയുന്നൊരു സഹായം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിൽ നടന്ന യാത്ര. ഈ യാത്രയിൽ നിങ്ങൾ അണിചേരണം. ഇതിൻ്റെയുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് 24 ലഭിക്കും. 24 ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുക. നമുക്ക് വേറെ ഇതിനകത്ത് ലക്ഷ്യങ്ങളൊന്നുമില്ല. ചിലപ്പം എന്നെക്കുറിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇപ്പോൾ ഒരു മാഫിയ സംഘം ഒരുത്തൻ എൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ ഇത്തിരി പാടാണ്. പള്ള സാധാരണ പള്ള തന്നെ, എന്നാലും എൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയാൽ ഒരു മീഡിയക്കാരനായതുകൊണ്ട് ജനശ്രദ്ധ കിട്ടും. എൻ്റെ ജീവിതം പോയാലും ജനശ്രദ്ധ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ധൈര്യപ്പെടത്തില്ല. അതേസമയം ചില കുപ്രചരണങ്ങൾ ഇവർ അഴിച്ചുവിടും. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എൻ്റെ യാത്രക്കിടയിൽ ഇതൊന്നും എനിക്ക് ഏശുന്ന പ്രശ്നമല്ല. എന്നാൽ പോലും ഞാനിതൊക്കെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചില പ്രചാരണങ്ങളൊക്കെ കേട്ട് ഒന്ന് ചിരിച്ചുപോയി. പറയട്ടോ. അതായത് കൊട്ടാരക്കര താലൂക്കിലാണ് എൻ്റെ നാട്. അവിടെ KN ബാലഗോപാലാണ് അവിടുത്തെ MLA, നമ്മുടെ ധനമന്ത്രിയാണ്. അവിടെ ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണെന്ന് ഒരു ഭാർഗവരാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് കർമ്മ ന്യൂസിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 10-20 കൊല്ലക്കാലം മുമ്പേ തന്നെ എന്നോട് ഇലക്ഷൻ നിൽക്കാമോ എന്ന് പലരും ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് എൻ്റെ വഴിയല്ല, ഒരു ഇലക്ഷനിലേക്കും ഞാനില്ല. ഭാർഗവരാമ പന്തളത്തുള്ളൊരു മനുഷ്യനാണ്, ഒരു സ്വാമിജിയാണ് കേട്ടോ. ആ മനുഷ്യന് പെട്ടെന്ന് രാവിലെ ഇരുന്നപ്പോൾ ഒരു വെളിപാട് തോന്നി, ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കര ഇലക്ഷൻ നിൽക്കാൻ പോകണമെന്ന്. ഇതറിയാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. ആലോചിച്ച് നോക്കണം, ഇയാളുടെയൊക്കെ തലയിലെഴുത്ത്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനിറങ്ങിയ ആ സ്വാമി ഉണ്ടല്ലോ, അങ്ങേരെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങേരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഇത്. അങ്ങേര് ഈ ചൂടും കൊണ്ട് 38 ഡിഗ്രി ചൂടിൽ കേരളത്തിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങേര് വളരെ ബുദ്ധിപൂർവ്വം കണ്ടുപിടിച്ചു ഈ ശ്രീകണ്ഠൻ നായർക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ളൊരു തന്ത്രമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലൊരു മാധ്യമപ്രവർത്തകർ, ഇപ്പം നമ്മുടെ ഈ പ്രജിൻസി കണ്ണനോ അല്ലെങ്കിൽ അനുജ രാജേഷോ അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യം കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനുമില്ല, ഒരു രാഷ്ട്രീയക്കാരനുമില്ല. കാരണം ഇവർക്ക് ആരോടും മൈക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കാം, ഏതെങ്കിലും പൊതുപ്രവർത്തനം പറ്റൂ. മീഡിയയെ സ്നേഹിച്ചു പോയാൽ, അതിനെ പ്രൊഫഷണലായി കണ്ടാൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിൽക്കില്ല. അപ്പോൾ ഈ ഭാർഗവരാമനോട് ഞാൻ പറയുന്നതല്ല, ഇത് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ മാഫിയ സംഘങ്ങൾ എൻ്റെ വഴിമുടക്കാൻ വേണ്ടി പടച്ചുവിടുന്ന തന്ത്രമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ വീട്ടിൽ കയറുമല്ലോ. ഭാർഗവരാമനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കും തെറ്റി അങ്ങനെ വീട്ടിൽ കയറുന്ന പരിപാടി നമുക്കില്ല. ഞാൻ കാസർഗോഡല്ല അത് അവസാനിപ്പിക്കില്ല. ഞാൻ നിങ്ങളോട് ആയിട്ട് പറയാം, എൻ്റെ നാട്ടുകാരാണല്ലോ നിങ്ങൾ. എനിക്ക് തിരഞ്ഞെടുപ്പ് നിൽക്കണം, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് തിരഞ്ഞെടുപ്പ് എൻ്റെ വഴിയല്ല. മാത്രമല്ല ഇപ്പോൾ 65 വയസ്സ് കഴിഞ്ഞു. ഇനി വയസ്സാം കാലത്താണ് ഇനി ഇലക്ഷനിൽ നിന്ന് നിയമസഭയിൽ കയറുക. ഒരു MLA ആയിട്ട് എന്താ കാര്യം? പെൻഷൻ കാശും കിട്ടും, കുറച്ച് പൈസയും കിട്ടും മാസം. അതിനേക്കാളും കാശ് എനിക്ക് ശമ്പളമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ എൻ്റെ ആവശ്യം? പിന്നെ ഭാർഗവരാമൻ എന്നെക്കുറിച്ച് കൂടുതൽ അറിയില്ലാന്ന് തോന്നുന്നു. എൻ്റെ ബയോഡേറ്റ അങ്ങേര് വായിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെക്കുറിച്ച് ഞാൻ അതേ പറയുന്നുള്ളൂ. പിന്നെ കർമ്മ ന്യൂസ് അവർ ജീവിതത്തിലൊരു കർമ്മമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെന്തോ അറിയും, എൻ്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ യൂട്യൂബ് ചാനലുകാരും ഇന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് എത്ര ആളുകൾ ഇവരുടെ യൂട്യൂബ് ചാനൽ കാണുന്നു അതനുസരിച്ചാണ് ഗൂഗിൾ കമ്പനി മഹാമനസ്കരായിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷം പേരെയൊക്കെ കാണിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുള്ളൊരു 4-5 ലക്ഷം രൂപ കൈ കിട്ടും. അപ്പോൾ വീട്ടിൽ വല്ല നടക്കുന്ന കുക്കിങ്, അതിൽ നാട്ടുകാരെ ചീത്ത പറയും. അപ്പോൾ ശ്രീകണ്ഠൻ നായർ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹവും ദേഷ്യമുള്ള കുറേ ആൾക്കാർ പോയി കാണും, കുറച്ച് പൈസ കിട്ടും. ഗൂഗിൾ കമ്പനി കുറച്ച് പൈസ കൊടുക്കും. അപ്പോൾ ഈ ദ്രവ്യം കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറിയ ഒരു പൈസ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവരൊക്കെ അങ്ങനെ പ്രചാരണ പരിപാടി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ഈ കേരളത്തിലേക്ക് ഈ ലഹരി ഒഴുകുന്ന ഓരോ വഴിയും നമ്മൾ അടയ്ക്കും. മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ യാത്രയുടെ അവസാനം ഒരു ഗവേഷണ ടീം നമ്മുടെ കൂടെയുണ്ട്, റിസർച്ച് ടീമുണ്ട്. ഈ റിസർച്ച് ടീമിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവർ നിങ്ങളോടെല്ലാം സംസാരിക്കും. ഈ ടീം നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അവസാനം ഒരു PhD പ്രബന്ധം പോലെ ആധികാരികമായ പഠനങ്ങൾ നടത്തി ഫുട്നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനുള്ള വഴികളും ഇതിനുള്ള നിബന്ധനകളും ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം വെച്ച് വിശദമായ റിപ്പോർട്ട് നമ്മുടെ ഈ 45-ാമത്തെ ദിവസം 30-ാമത്തെ ദിവസം ഇത് അവസാനിക്കും. 15 ദിവസം കൂടി എടുത്ത് നമ്മളൊരു പഠനം നടത്തി. ബിന്ദുരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ നമ്മുടെ കൂടെ ഗവേഷണ ടീമിൻ്റെ തലവനായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ
വ്യാപകമായിട്ട് നടന്ന് കുണ്ടറയിലെ കഞ്ചാവ് കച്ചവടക്കാരനെയൊക്കെ ഇപ്പോൾ അദ്ദേഹം കണ്ടു കാണും, എന്തിനാ പുള്ളി ഇത് വിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത് നടത്തിയിട്ട് ഈ പഠന റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഞങ്ങൾ ചോദിച്ചു, അങ്ങും കൂടെ വരണം. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച് വി ഡി സതീശൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് നമ്മളിത് കൊടുക്കും. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണ് കേരളത്തിലെങ്കിൽ അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ ഒരു യാത്രയ്ക്കും 24-ലൂടെയും ഫ്ലവേഴ്സിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും നമ്മൾ നടത്തുന്ന പ്രചാരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല, അവിടെ വ്യാപകമായി റെയ്ഡുകൾ കൂടിയിട്ടുണ്ട്. ഗവൺമെൻറ് ആക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു നമ്മുടെ ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളൊരു കാര്യം, ഒരു രാഷ്ട്രീയ ഇടപെടലും ഈ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല ഇത് പറയാനായിട്ട്. ഏതെങ്കിലും ഒരു പൈസക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാളും ശുപാർശയുമായി ഇറങ്ങണ്ട എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്നോട് വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കേരള പോലീസിൽ മിടുക്കന്മാരായ ഇഷ്ടം പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ നടന്ന് പിടിക്കും എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആന്ധ്രയിൽ നിന്ന് സ്പിരിറ്റ് കേരളത്തിലേക്ക് ഒഴുകിയപ്പോൾ ഒരു മാർഗ്ഗമില്ല അത് അടയ്ക്കാൻ. അവസാനം ഇവിടുത്തെ 4-5 നല്ല സ്മാർട്ടായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആന്ധ്രയിൽ പോയി ഈ സ്പിരിറ്റ് ഒഴുക്കി വിടുന്ന മുതലാളിമാർ, അവിടുത്തെ വലിയ ജമീന്ദാരന്മാരാണ്, അവന്മാരെ കണ്ടിട്ട് പറഞ്ഞു ഈ പരിപാടി കേരളത്തിൽ നടത്തണ്ട, ഇവിടെ നടത്തിക്കോളൂ. കേരളത്തിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങളിവിടെ വരും, നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കേരളത്തിലെ ജയിലിൽ കൊണ്ട് പാർപ്പിക്കുമെന്ന് പറഞ്ഞു. അവർക്കൊരു നല്ല ഭീഷണിയും കൊടുത്തിട്ട് പോന്നു. അപ്പോൾ അവർ നോക്കിയപ്പം ആന്ധ്രയിലെ കച്ചവടം പൂട്ടും, കേരളത്തിലെ കച്ചവടം പൂട്ടും, എങ്കിൽ പിന്നെ ഇവിടെയുള്ള കച്ചവടം കൊണ്ട് അങ്ങ് തുടരാം, ഇനി കേരളത്തിലോട്ട് പോകണ്ട, അവന്മാർ ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് സ്പിരിറ്റ് ഒഴുകിയില്ല, സ്പിരിറ്റ് നിലച്ചു. അതേപോലെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും പോകണം. പോയാൽ അങ്ങ് അഫ്ഗാനിസ്ഥാനി വരെ പോകേണ്ടി വരും. അവിടെ പല രാജ്യത്തു നിന്നാണ് ഈ സാധനം ഒഴുകി വരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും കടുത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വീട്ടിനകത്ത് കയറിയിരുന്നാൽ നിങ്ങളെ ഇത് ബാധിക്കും, നിങ്ങളുടെ അയലത്തുകാരനെയും ബാധിക്കും. അതുപോലെ എനിക്കൊരു റിക്വസ്റ്റ് കൂടെ, അതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ അയലത്തെ ആൾക്കാർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചവരാ. കോവിഡ് കാലത്ത് നമ്മൾ കൊട്ടിയടച്ചവരാ. കാര്യം അന്ന് കോവിഡിനെ പിടിച്ച് കൊറോണ എല്ലാം വന്ന് കയറുമെന്ന് വിചാരിച്ച് നമ്മൾ ജനാലയൊന്നും തുറന്നില്ല, വാതിലെല്ലാം അടച്ചു. പിന്നെ നമ്മൾ തുറന്നിട്ടേ ഇല്ല. പിന്നെ നമുക്ക് അയലത്ത് ആര് താമസിക്കുന്നു നമുക്കറിയത്തേ ഇല്ല. നമ്മൾ ഒരിക്കലും ജനാല തുറന്ന് അങ്ങോട്ട് നോക്കത്തുപോലുമില്ല. അവിടെ എന്തെങ്കിലും നിലവിളി കേട്ടാൽ ടി വി കേൾക്കുന്നതെന്ന് വിചാരിച്ചോളും. അവിടെ ആരെങ്കിലും കൊന്നിട്ട് പോയാലും നമ്മൾ അന്വേഷിക്കത്തില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം. ഇത്രയും അവനവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ ലോകത്ത് വേറെ കാണത്തില്ല കേട്ടോ. നമ്മൾ പല നാട്ടുകാരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്നു. നമ്മൾ ഒരുത്തൻ്റെ നെഞ്ചത്തൂടായാലും നമുക്ക് മാത്രം വിജയിക്കണം എന്ന ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വാതിൽ തുറന്നിടണം. അയലത്തുള്ള ആളുകളോട് നിങ്ങൾ തോളിൽ കൈയിടണം, അവരോട് കാര്യങ്ങൾ പറയണം. നമ്മൾ സംഘടിതമായി ഈ മാഫിയ സംഘങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും ധൈര്യം വരത്തില്ല. കാരണം കൊലയുമായി നടക്കുന്ന ഇത്തരം ആളുകൾക്ക് അവന്മാരും MDMA അടിച്ച് നടക്കുന്നവരാണ്, അവർക്കൊന്നും ഇത് വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഒരു സംഘടിത ബലത്തിൻ്റെ മുമ്പിൽ ഈ MDMA-കാരൻ മുട്ടുകുത്തും. ഒറ്റയ്ക്ക് നിന്നാൽ നിങ്ങളുടെ ഇടപാട് തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്താംകോട്ട കണ്ട മുളങ്കാട് പോലെ ഇങ്ങനെയുള്ള കാടുകൾ നമുക്ക് ഈ നാട്ടിൽ വെട്ടിക്കളയണമെങ്കിൽ നിങ്ങൾ സംഘടിക്കണം. മുളങ്കാട് വെട്ടണമെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാട്, ഈ MDMA വിതരണം ചെയ്യുന്ന കാട് വെട്ടിക്കളയണമെങ്കിൽ നമ്മൾ സംഘടിതരാകണം. ആ സംഘടിത ശക്തിക്കും സംഘടിത ബലത്തിനും മാത്രമേ ആളുകളെ മുട്ടുകുത്തിക്കാൻ പറ്റൂ എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ അവിടെയും കാണാം CCTV ഉണ്ടെങ്കിൽ അത് റോഡിലൂടെ തിരിച്ചു വെച്ചേക്കണം. അപരിചിതരായ ആൾക്കാർ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ വരുന്നെങ്കിൽ, നിങ്ങളുടെ സ്കൂൾ വരാന്തയിൽ വരുന്നെങ്കിൽ, നിങ്ങളുടെ പഠന സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. മാത്രമല്ല ഹൈക്കോടതി പൊറുതി മുട്ടിയിട്ട് ഈ അടുത്ത കാലം പറഞ്ഞു അധ്യാപകരുടെ ചൂറിൽ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കുട്ടികളെ തല്ലാൻ ശ്രമിച്ചാൽ വലിയ കേസും വഴക്കുമായിരുന്നു, നിയമത്തിലൊക്കെ വലിയ ശിക്ഷ കിട്ടിയെന്ന് വരും. കോടതി പറഞ്ഞു ചൂറിലെടുത്തോളാൻ പറഞ്ഞു. ചൂറിലില്ലാത്ത കുഴപ്പമാണ് നമ്മുടെ സ്കൂളുകളിൽ. നമ്മുടെ അധ്യാപകർ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ചന്തി നോക്കി 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വഴക്കുമായിട്ട് നിങ്ങൾ സ്കൂളിൽ കയറി ചെല്ലരുത്. നമുക്ക് നാണം വേണം. കാര്യം അധ്യാപകൻ പ്രതികാരം വെച്ചൊരു കുട്ടിയെ തല്ലാൻ ശ്രമിക്കും, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോകരുത്. കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഈ കുട്ടികളെ അടിച്ച് നേരെയാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ അമ്മമാർ ചൂലെടുക്കണമെന്ന് ഞാൻ 4-5 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മമാരുടെ ചൂലിൻ്റെ ആരോഗ്യത്തിൻ്റെ കുറവാണ് ഈ സമൂഹത്തിലെ ഈ രോഗത്തിന് കുഴപ്പം. അപ്പോൾ സമൂഹത്തിൻ്റെ രോഗത്തിന് ചികിത്സ വേണമെങ്കിൽ, ഈ മാലിന്യം അടിച്ച് വൃത്തിയാക്കണമെങ്കിൽ, ഈ ലഹരി വ്യാപനം തടയണമെങ്കിൽ, നമ്മുടെ കുരുന്നുകളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അധ്യാപകൻ ചൂരിലെടുക്കണം, അമ്മമാർ ചൂലെടുക്കണം. കാര്യം രക്ഷകർത്താക്കൾക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സമയമില്ല.
അവർ ഇന്നലെയൊക്കെ ഒരു വീശൊക്കെ വീശാനായിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അപ്പോഴായിരിക്കും അവൻ കൊച്ച് തന്തപ്പടി കള്ളിഷാപ്പിൽ ഇരിക്കുമ്പോൾ മോനായിരിക്കും MDMA തിരക്കി പോകുന്നത്. അപ്പോൾ ചൂലെടുക്കാനേ മാർഗ്ഗമുള്ളൂ. മാത്രമല്ല അമ്മമാരാണ് പേറ്റുനോപ്പ് അനുഭവിച്ച് പ്രസവിച്ച ഒരമ്മയ്ക്ക് മാത്രമേ ഒരു മകൻ വഴിതെറ്റി നടക്കുമുണ്ടാകുന്ന വേദനയുടെ ആധിക്യം ഉണ്ടാകൂ എന്നൊരു തോന്നല്ല. ഞാൻ പ്രസവിച്ച് പരിചയമില്ലെങ്കിലും ഞാനത് തുറന്ന് നിങ്ങളോട് പറയാം. ഞാൻ അങ്ങനെയാണ് എപ്പോഴും കണക്ക് കൂട്ടുന്നത്. ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന ഒരു പിതാവിനും ഉണ്ടാകില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അമ്മയുടെ കാര്യം ഒരു കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും വന്ന് പറയുമ്പോൾ അമ്മയുടെ നെഞ്ചിലൊരാളലാണ്, അയ്യോ എൻ്റെ മോനോ എന്നൊരാളലാണ്. ഈ ആളൽ പലപ്പോഴും വൈകിയാണ് പിതാവിൻ്റെ നെഞ്ചിൽ കയറുന്നത്. പിതാവിന് ആളലൊക്കെ ഉണ്ട്, കുറച്ച് സമയമെടുക്കും, മറ്റേത് പെട്ടെന്ന് വരും. അപ്പോൾ ഈ ആളൽ ഇല്ലാതാകണമെങ്കിൽ, അമ്മമാർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നല്ലൊരു പ്രഭാതം വിടരണം. അതിന് നമ്മൾ കുറച്ച് അധ്വാനം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ കുഴിമടിയന്മാരായിട്ട് വീടിൻ്റെ മൂലയിൽ കയറിയിരുന്നാൽ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ആരെങ്കിലും MDMA കുത്തിക്കയറ്റും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് ബൈ. അപ്പം അതാണ് നമ്മളുടെ കേരളം. ഇപ്പം നമ്മൾ കേൾക്കുന്നതല്ല, ഇതല്ല നമ്മളുടെ കേരളം. നമ്മുടെ കേരളം നമ്മുടെ അഭിമാനമാണ്. നമുക്ക് നമ്മുടെ പഴയ കേരളത്തെ തിരിച്ചു പിടിക്കണം. അത് അത്ര അകലെയല്ല എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളം നമ്മുടെ അഭിമാനമാണ്. നമുക്ക് ലഹരിയും അക്രമവും ഒന്നും വേണ്ട. ഇതൊന്നുമില്ലാത്തൊരു കേരളത്തെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയാണ്. ആ ഒരു പ്രതിജ്ഞ നമ്മളിവിടെ എടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വളരെ നന്ദി നമ്മളെ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നതിന്. നിങ്ങളുടെയൊക്കെ പിന്തുണ നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പ് കൂടിയാണ് നിങ്ങളുടെ ഇത്രയും സമയത്ത് ഇവിടുത്തെ സാന്നിധ്യം. SK നേരത്തെ SK സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് കുട്ടികളെ നമ്മൾ അടിച്ചു വളർത്തണം, അത്യാവശ്യം പേടി വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ മോളെ എങ്ങനെ നോക്കി, കണ്ടോ SK പറയുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, അവള് മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും SK ഒന്ന് എടുത്തു പറഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ നോക്കിയിട്ട് ഒരു കാര്യം ഓർപ്പിക്കണം, കോടതിയോട് കളിക്കരുത്. കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല അടിക്കണമെന്നും. കോടതി പറഞ്ഞത് വടി കൊണ്ട് നടക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അപ്പൊ അവള് ചിരിച്ചു വിടാ, ഇല്ലെങ്കിൽ എന്നെ കോടതി ഞാൻ കൊച്ചിക്ക് വിളിപ്പിക്കും കേട്ടോ. അപ്പൊ അവള് ചിരിച്ചു, രണ്ടാമത് പറഞ്ഞപ്പോൾ ചിരിച്ചു, ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അല്ല, എനിക്ക് ഒന്നറിയാമോ, നമ്മുടെ കുട്ടികളെ സ്നേഹിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് 2 മക്കളാണ് ഉള്ളത്. എൻ്റെ മകൻ വിദേശ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ഒരാളൊക്കെയാണ്. അവൻ അവിടെയൊക്കെ പഠിക്കാൻ പോകുമ്പം ബ്രിട്ടീഷുകാരെയൊക്കെ പരിചയമായി കഴിയുമ്പം മൈ ഫാദർ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ച്. അവനെ അച്ഛാന്ന് തന്നെ നീട്ടി വിളിക്കുമ്പോൾ നമുക്ക് ഉള്ളി എന്ന് പറയുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, എന്താ മോനെ എന്ന് ചോദിക്കാനുള്ള നിർവൃതി. ആ നിർവൃതി നമുക്ക് കൈവശം വരരുത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇപ്പം അത് ചേർത്ത് വരേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ, അതിപ്പോൾ ആരായിക്കോട്ടെ, ഇവിടെയുള്ള അപാലവൃദ്ധം ജനങ്ങളായിക്കോട്ടെ, ഒരു നിമിഷം ഒന്ന് നമ്മുടെ അമ്മയുടെ മുഖം ഒന്ന് മനസ്സിലെല്ലാവരും ഒന്ന് വിചാരിച്ചേ. അത് മരിച്ചു പോയവരായിക്കോട്ടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആരായാലും അമ്മയുടെ മുഖം ഒന്ന് മനസ്സിൽ വിചാരിച്ച് ആ അമ്മയെ നമുക്ക് ഒന്ന് നുള്ളിയെങ്കിലും വേദനിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വേദനിപ്പിക്കാനേ പറ്റില്ല, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു മകൻ വന്ന് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്, തലയ്ക്കടിച്ച് പൊട്ടിക്കുക, ചുറ്റി കൊണ്ടാണ് അടിച്ചത്. അഫാൻ അമ്മയുടെ ആദ്യത്തെ അടി, അഫാൻ എന്ന് പറയുന്നത് അറിയാലോ, വെഞ്ഞാറമൂട്ടിലെ ആ സംഭവമാണ്. ആ കൂട്ടക്കൊല നടത്തിയ പ്രതി ആദ്യത്തെ അടി ചുറ്റിക വെച്ച് അടിച്ചത് അമ്മയുടെ തലയ്ക്കാണ്. അപ്പം അതെങ്ങനെ ചെയ്യിപ്പിക്കും? ഒരു മകനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സ്വബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ MDMAയും ഈ പറയുന്ന ലഹരിക്കും ഒക്കെ അടിമയായ ആൾക്കാരാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അത്രമാത്രം വലിയൊരു വിഷമാണ്, അത്രമാത്രം വലിയൊരു വിപത്താണ്, അത്രമാത്രം വലിയൊരു ആപത്താണ് നമ്മുടെ നാടിനെ ഇങ്ങനെ കാർന്നു നിന്നത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ SK. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ മാത്രമേ നമുക്ക് നോക്കണ്ടൂ, മറ്റ് സമൂഹത്തെ നോക്കണ്ട. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ മക്കളെ മാത്രം നോക്കിയാൽ മതി, നമുക്കിതിൽ നിന്നും മാറാൻ പറ്റും. നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ആരൊക്കെ വന്ന് ഈ ദുഷ്പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അവരെ ഓടിക്കും വരെ 24 SKൻ്റെ ഒപ്പം നമ്മൾ ഒക്കെ ഉണ്ട്, നിങ്ങളും കൂടെ ഉണ്ടാകുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. അതോടൊപ്പം നിങ്ങളുടെ കയ്യിലേക്കൊരു ഫോം നേരത്തെ തന്നിട്ടുണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ താഴെ ഭാഗം അത് കീറി നിങ്ങൾക്ക് ഇവിടെ ഇടാം. അതിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഫോം ഫില്ല് ചെയ്ത ശേഷം അത് നമ്മളെ ഏൽപ്പിക്കുകയും വേണം. അതിലേക്ക് വരാം. ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ അപ്പോൾ ഇനി ആരെങ്കിലും അത് ഫോം ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അതിൻ്റെ താഴ്ഭാഗം കീറി ഇവിടെ ഇടുക. നറുക്കെടുപ്പുണ്ട്. ബെന്നീസ് റോയൽ ടൂസിൻ്റെ ഒരു ക്രൂസ് യാത്രയാണ് സമ്മാനമായി നൽകുക. നറുക്കെടുപ്പിലൂടെ നമുക്ക് ആരാണെന്ന് നോക്കാം. ചെറിയ യാത്രയല്ല, സിംഗപ്പൂരൊക്കെ വിമാനമൊക്കെ കയറി പോകുന്നൊരു യാത്രയാണ് കേട്ടോ ഇത്. നമ്മൾ 14 ജില്ലകളിലും 14 പേർക്ക്. പറയും നൗഷാദ് ഒരു കോളേജിലൊക്കെ പഠിപ്പിച്ച ആളാണ്, TKM കോളേജിലെ അധ്യാപകനായിരുന്നു. ഹലോ നൗഷാദ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ആ സുന്ദരമായ മുഖം എല്ലാവരും ഒന്ന് കാണും. ഞാൻ അധ്യാപകനായിരുന്നു.
മൈക്ക് കുറച്ച് അടുപ്പിക്കാൻ നൗഷാദ്. 2010 നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് ആത്മഹത്യാ പ്രതിരോധ സെല്ല് ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കിയത് ഞാനാണ്. 100 കണക്കിന് ആൾക്കാരെ ആത്മഹത്യ രക്ഷിക്കാൻ കഴിയുന്ന എന്ന ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നം വന്നപ്പോഴും ഞാൻ അധികാരികളെ 1-2 പേരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ സംബന്ധിച്ചിരുന്നു. ഇതിൽ നമുക്ക് ഈ പോകുന്ന ഇപ്പോൾ നമ്മുടെ ഒരു പോക്കുണ്ടല്ലോ, അതൊരു ശരിയായ ദിശയിലല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ സ്കൂളിൽ ഈ പഠനം പറയുന്ന സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരു ക്ലാസ്സിൽ ഒരു 25% പിള്ളേർ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കോലാഹലം അത്രയും ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇത് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു, കടകൾ റെയ്ഡ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 75 കുട്ടികൾ എന്തുകൊണ്ട് അതിന് പോകുന്നില്ല? ഈ 25 പേരല്ലേ പോകുന്നുള്ളൂ. ഇവർക്ക് അവൈലബിൾ ആണെങ്കിൽ ആ 75 പേർക്കും ഇത് അവൈലബിളാണ്. അവർക്കൊരു വാക്സിനേഷൻ ഉണ്ട് ആ കുട്ടികൾക്ക്. ആ വാക്സിനേഷൻ എന്ന് പറയുന്നത് പേരൻറ്റിങ് ആണ്. അപ്പം നമ്മൾ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുടെ പറയും അവർ ദേ ആർ അറ്റ് റാൻഡം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നവരാണ്. അവരെ ജനിച്ച് ഇതുവരെ ആക്കിയത്, ഞാൻ ഒരു കൗൺസിലർ കൂടിയാണ്. അപ്പം ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ആശുപത്രി വാർഡിൽ നഴ്സ് പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മയുടെ കവളത്ത് ഇങ്ങനെ തട്ടിയിട്ട് കുഞ്ഞിനെ കാണണ്ടേ എന്ന് പറഞ്ഞ് കാണിക്കും. അന്ന് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കുരുത്തക്കേട് വല്ലതും ഉണ്ടായിരുന്നോ? ആ കുഞ്ഞിനെ ഈ നിങ്ങളിപ്പോൾ പറയുന്ന പരാതിയുള്ള സകല കുരുത്തക്കേടുള്ള കുട്ടിയാക്കി മാറ്റിയെടുത്തത് ഈ അമ്മയും സമൂഹവുമാണ്. സമൂഹം എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് കുഞ്ഞുങ്ങളെ, ലോകത്തുള്ള ഒരുപാട് കുട്ടികളെ നമ്മളിപ്പോൾ കാണാൻ പറ്റും, ഒരുപാട് ജന്തുക്കളുടെ കുഞ്ഞുങ്ങളെ. മനുഷ്യൻ്റെ കുട്ടിയോളം ദുർബലമായിട്ടുള്ളൊരു കുട്ടിയും ലോകത്തില്ല. ഈ കുട്ടിയെ ലോകത്ത് ജീവിക്കാൻ പാകമാക്കിയെടുക്കാനുള്ള ബാധ്യത അമ്മമാർക്കും പേരൻസിനും രണ്ടാമത് അധ്യാപകർക്കുമാണുള്ളത്. അപ്പം നമുക്ക് ഇതിനെ കൃത്യമായി നേരിടണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ വാക്സിനേഷൻ കൊടുക്കണം. നമ്മുടെ പേരൻസിന് പേരൻറ്റിങ് എന്നൊരു ഒരു 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 പ്രക്രിയ ഉണ്ടെന്ന് തന്നെ അറിയില്ല. ദേ ആർ പേരൻസ് ബൈ ആക്സിഡൻറ്റ്. അപ്പം അതുകൊണ്ട് നമുക്കിത് വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ ഞാൻ ഈ പ്രത്യാശയിൽ അങ്ങനെയാണ് ചെയ്തത്. ഇതിന് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, എന്ത് സഹായവും ചെയ്യാൻ തയ്യാറുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്ത് ഇപ്പോൾ SKN സഞ്ചരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് സഹായിക്കാൻ തയ്യാറുള്ള വോളണ്ടിയേഴ്സിനെ നമുക്ക് എടുക്കാം. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാകാം, കൗൺസിലേഴ്സ് ആകാം, സൈക്കോളജിസ്റ്റ്, വാട്ടോളജിസ്റ്റ്. എടുത്തിട്ട് ഇതിന് നമുക്ക് എന്ത് തരം കൗൺസിലിംഗ് ആണ്, ഏത് തരത്തിലാണ് സമീപിക്കേണ്ടതെന്ന് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലായിടത്തും ഓടാനൊക്കില്ല. അവരവരുടെ ഏരിയയിൽ ആ സ്കൂളിൽ, ഒരു സ്കൂളിൽ തന്നെ 2-3 ടീച്ചേഴ്സ് ഉണ്ടാവും. അത് അവിടുത്തെ കൗൺസിലർ തന്നെ ആകണമെന്നില്ല, താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, കോളേജിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, സമൂഹത്തിലെ ആൾക്കാരുണ്ടാവും, പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും. ഇവരുടെ ഒരു ടീം നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ടാകണം. ഇവർക്ക് ഈ കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാം. പ്രധാനമായിട്ടും വേണ്ടത് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കുമാണ്. എനിക്ക് ഒരു അറപ്പുമില്ലത് പറയാൻ. ഒരു കുട്ടി ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അതിലെ 1-ാം പ്രതി ഒന്നുകിൽ രക്ഷകർത്താവ് അല്ലെങ്കിൽ അധ്യാപകൻ, 2-ാം പ്രതി 1-ാം പ്രതി രക്ഷകർത്താവാണെങ്കിൽ അധ്യാപകൻ 2-ാം പ്രതി, കുട്ടിയെ 3-ാം പ്രതിയായിട്ട് ചേർത്താൽ മതി. കാരണം നിഷ്കളങ്കനായ ഈ കുഞ്ഞിനെ ഈ അപകടകാരിയാക്കി മാറ്റിയതിൻ്റെ പ്രധാന റോള് ഈ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കുമാണ്. ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ടാർഗറ്റിങ്, ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആൾക്കാർ എത്ര നമ്മളൊക്കെ പോയിട്ടില്ലേ, നമുക്ക് ചുറ്റും ഇതെല്ലാം അവൈലബിൾ ആയിരുന്നല്ലോ, നമ്മളാരും ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. കാരണം നമുക്ക് ആ വാക്സിനേഷൻ കിട്ടിയിരുന്നു അറിയാതെ. നമ്മൾ എന്തെങ്കിലും അതിക്രമങ്ങൾ ചെയ്യാൻ പോകുന്നതിന് നമ്മൾ നമ്മുടെ അമ്മയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. അത് കള്ള് കിട്ടാത്തതുകൊണ്ടല്ല നമ്മളാരും കള്ള് കുടിക്കാത്തത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു വാക്സിനേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഓക്കെ, അതിനെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും, അങ്ങനെ ഒരു ടീം ഓൾ കേരള ലെവലിൽ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ അതിന് വണ്ടർഫുൾ എഫക്ട്സ് ഉണ്ടാകാൻ പറ്റും. കാരണം കൊല്ലം ജില്ലയിൽ ആത്മഹത്യ അന്ന് 2010 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ജില്ലയായിരുന്നു കൊല്ലം. അത് ഞങ്ങൾ വളരെ പെട്ടെന്ന് താഴ്ത്തി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉദ്യോഗസ്ഥരുടെ ചില കളികൾ കാരണം അത് പതുക്കെ പോയി. പക്ഷേ അതിന് ശേഷം അടുത്ത കാലത്തൊരു സർവേ നടത്തി കുട്ടികളുടെ ഇടയിൽ, ടീനേജേഴ്സിൻ്റെ ഇടയിൽ ആത്മഹത്യയെക്കുറിച്ച് നടത്തിയപ്പോൾ കൊല്ലം ജില്ലയിൽ കുട്ടികളുടെ ആത്മഹത്യ കുറവായിരുന്നു. അതെന്താണെന്ന് അന്ന് പഠിച്ച ഒരു DGP ആയിരുന്നു. അവർ അങ്ങനെ ചോദ്യം വച്ചിരുന്നു. നമ്മൾ നടത്തിയ ബോധവൽക്കരണം മാത്രമാണ്, വേറൊന്നുമില്ല.
ഓക്കെ ഓക്കെ സാറ് പറഞ്ഞ കാര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയായി SK നടത്തിയ അഭിമുഖത്തിൽ CM പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേ കാര്യം തന്നെയാണ്. അതായത് അധ്യാപകർക്കൊരു എക്സ്പേർട്ട് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ് കൗൺസിലേഴ്സായിട്ട്. അതിനൊരു ടീം ഉണ്ടാക്കുന്നു ഓൾ കേരള ലെവലിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലാണ് പ്രത്യേകതയാണ്. ഞാനിപ്പോൾ ഈ പോലീസിൽ അന്ന് നമ്മൾ നടത്തിയപ്പോൾ അന്ന് കൊല്ലം ജില്ലയും കൊട്ടാരക്കര ജില്ലയും കൂടെ ഒരേ പോലീസ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നാണ് 2 പോലീസ് ഡിസ്ട്രിക്റ്റ് ആയത്. ഈ 34 പോലീസ് സ്റ്റേഷനിലാവുന്നുണ്ട് CI ഓഫീസുകളുണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം നമ്മൾ ട്രെയിനീസിനെ എടുത്തു, പോലീസുകാരെ ട്രെയിൻ ചെയ്തിരുന്നു കൗൺസിലിങ്ങിന്. പക്ഷേ അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞത് വോളണ്ടിയേഴ്സിനെ മാത്രമേ എടുക്കാവൂ, ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാൾ ഇതിലേക്ക് വരരുത്. അതെ അതെ. എന്തായാലും നൗഷാദ് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ നൗഷാദ് അതായത് വളരെ സ്നേഹത്തിൻ്റെ അഭാവം അതുതന്നെയാണ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കുട്ടിയെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഈ സോഷ്യലൈസേഷൻ വലിയ പ്രോസസ്സാണ്. അപ്പോൾ സമൂഹത്തിലേക്ക് ഒരു കുട്ടിയെ ഇറക്കി വിടുമ്പോൾ ആ കുട്ടിയെ ആദ്യം സ്വാധീനിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് വീട്ടിലെ അച്ഛനും അമ്മയായിരിക്കും. ആ കുട്ടിക്ക് എല്ലാം മോഡൽ അച്ഛനും അമ്മയാണ്. അത് കഴിയുമ്പം ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, ഉടനെ മോഡൽ പെട്ടെന്ന് അധ്യാപകരായി മാറും. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളാണ് ശരിക്കും ഒരു കുട്ടിയുടെ ആധാരശിലയിൽ പ്രവർത്തിക്കുന്നത്. നൗഷാദ് പറഞ്ഞത് കൃത്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ അതിനകത്ത് പുതിയ ചില സ്ട്രാറ്റജികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമുക്കിപ്പം നൗഷാദ് പറഞ്ഞ പോലെ എല്ലാ സ്കൂളുകളിലും നമുക്ക് ഓടിയെത്തുക അതൊന്നും പ്രായവുമല്ല. അപ്പം നമുക്ക് ഈ സ്കൂളിൽ തന്നെ ഇതിനുള്ള കൗൺസിലിങ്ങും ഇതിനുള്ള സംവിധാനവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാത്രം സ്കൂളുകളിൽ അന്ന് ഈ ഹയർ സെക്കൻഡറി ഡയറക്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് അമ്മ അറിയാൻ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം നടത്തിയിരുന്നു. വലിയ സക്സസ് ആയിരുന്നു അത്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും അത് ആധികാരിക എന്തായാലും നമ്മളിത് ഈ വിഷയം അമ്മമാരാണ് ഏറ്റവും നൗഷാദെ നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഒരു പ്രബന്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ നടത്തുന്ന യാത്രയുടെ ഉടനീളം നമ്മൾ ആൾക്കാരോട് വിവിധ നമ്മൾ എത്ര ആയിരം ആൾക്കാരെ കാണും, അവരോടൊക്കെ സംസാരിക്കും. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഇങ്ങനെയുള്ള കച്ചവടക്കാരുമായിട്ട് സംസാരിക്കും, ഫീഡ്ബാക്ക് അധ്യാപകരോട് നമ്മൾ സംസാരിക്കും, എന്നിട്ട് നമ്മുടെ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കും. നമ്മൾ ചില പ്രതിവിധികളും ഇതിന് നിർദ്ദേശിക്കും. എന്നുവെച്ചാൽ കേരളത്തിൽ പലപ്പോഴും നമ്മൾ തിയറി മാത്രമല്ലാത്ത പ്രതിവിധികൾ ചെയ്യും. ആ സമയത്ത് നൗഷാദ് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ റിസർച്ചർ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരൻ ഇത് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ, ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നാണ് മയക്കുമരുന്നിനെ കുറിച്ച് വിവരം കൊടുത്തതിന് ഒരാൾ പിന്നെ കൊലപാതക ഭീഷണി നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കും കണിശമായിട്ടും. അതാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടി നൗഷാദ് എന്നെ ഓർപ്പിച്ച് നന്നായി ഇരിക്കും നൗഷാദ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇവരുടെ ബയോഡേറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും. 18 പേരെ കൊന്നിട്ടുണ്ട്, 25 പേരുടെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിനൊക്കെ ഇറങ്ങുന്നത്. ഇത്തരം അധോലോക സംഘങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. കാര്യം ഞങ്ങളൊക്കെ തന്നെ എത്രയോ തെരുവ് ഗൂണ്ടകളെക്കുറിച്ച് വാർത്ത കൊടുക്കുമെന്നറിയാമോ? എന്നുവെച്ചാൽ 10ഉം 15ഉം പേരെയൊക്കെ തട്ടിയിട്ടുള്ള ഗൂണ്ടകളെക്കുറിച്ച്, ഇവനാണ് ഗൂണ്ട, ഇവൻ ഇങ്ങനെയാണ് ആൾ, വേണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ തല വെട്ടിക്കൂടെ, അല്ലെ അനുജയുടെ തലവെട്ടിക്കൂടെ. നമ്മളങ്ങനെ ഭയക്കരുത്. കാരണം എന്താ അറിയാമോ, ഒരു ജനസമൂഹത്തോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് ഈ ഗുണ്ടകൾക്കില്ല എന്ന് പറയുന്നതിലാണ് ഈ അധോല സംഘത്തിന് അവർക്കെതിരായിട്ട് ഒരു വിവരം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി നേരിടുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 24-നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മന്ത്രിതലത്തിലും അതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ തലത്തിലും അത് ശ്രദ്ധപ്പെടുത്തുകയും അവർക്കുള്ള സംരക്ഷണങ്ങൾ കൊടുക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ അണിചേരുകയും ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഭയക്കരുത്. നമ്മളിപ്പം ബ്രിട്ടീഷുകാരനെ പേടിച്ച് സ്വാതന്ത്ര്യ സമരം വേണ്ടെന്ന് പറഞ്ഞ് മൂലയിരുന്നെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാകുമായിരുന്നു. ഇപ്പം അത് എൻ്റെ ജീവൻ എനിക്ക് വിഷയമല്ല, ഈ നാട് മോചിപ്പിച്ചേ പറ്റുമെന്ന് തീരുമാനിച്ച് കുറേ ആൾക്കാർ ഉപ്പുണ്ടാക്കാനൊക്കെ ഇറങ്ങിയോണ്ടാണ് ഇന്ത്യ സ്വതന്ത്രമായത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒരു ധൈര്യശാലി ഒരിക്കലേ മരിക്കൂ. ഒരു ഭീരു മരിക്കുന്നതിന് എണ്ണമേ കാണത്തില്ല, ഓരോ മിനിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയ ജീവിതമാണ് നമുക്കുള്ളത്, ചെറിയൊരു കാലം. ഈ കാലത്ത് നമ്മളിവിടെ ജീവിച്ചു പോകുമ്പോൾ ആരുടെയും ദേഹത്ത് പുരളാതെ ഒരു മൺതരി പോലും ആരുടെയും ശരീരത്തിൽ വീഴാതെ ജീവിച്ചു പോകണം എന്ന് നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്, നിങ്ങളുടെ വഴികൾ സത്യസന്ധമാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ കരുത്തോടെ മുന്നോട്ട് പോകണം. ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എക്സൈസുകാരെയും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയും വേണം. നമ്മളിപ്പോൾ ചില ആൾക്കാരെ കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ഈയിടയ്ക്ക് ഒരു RTO അയാളെ പിടിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നവർക്കൊന്നും അയ്യോ പാവം കഷ്ടമായി പോയി. ഈ കഷ്ടമല്ല, 10,000-കണക്കിന് രൂപ എല്ലാ ദിവസവും സാധാരണ മനുഷ്യങ്ങളിൽ നിന്ന് പിടുങ്ങുന്ന ഒരു മൃഗമാണ് അറസ്റ്റിലായിരിക്കുന്നത്. നമ്മളെന്തിനാണ് അവൻ്റെ പേരിൽ സഹതാപം? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരിൽ അനുതാപത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് കളയരുത്. പേടിച്ച് കളയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർക്കുക.
ഞങ്ങളും ഇതേപോലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല ഒരു രഹസ്യം കൂടി പറയാം, ഇങ്ങനെയുള്ളവരും ഭീരുക്കളാണ്. എൻ്റെ പേര് ബിനോയ്. ആദ്യമായി എൻ്റെ കേരളം എൻ്റെ അഭിമാനം, അരുത് അക്രമം ലഹരി എന്ന വാക്യം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കാൻ SK40 ഈ കൊല്ലത്തിൻ്റെ ഈ കുണ്ട്രയുടെ ചരിത്രത്തിൻ്റെ കുണ്ട്ര വിളംബരത്തിൽ എത്തിയതിലായി ആദ്യം ഏവർക്കും 24 ന്യൂസിന് എല്ലാവിധ ആശംസകളും കൊല്ലത്തിൻ്റെ ഞങ്ങൾ ഈ കുണ്ട്രയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി നേരുന്നു. എന്നിൽ ഉദിച്ച ഒരു ആശയം, നമ്മുടെ വീടുകളിലും നമ്മുടെ സ്കൂളുകളിലും കോളേജും ഒക്കെ കുഞ്ഞുങ്ങളെ അവരെ തിരക്കിലാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് പ്രതിവിധി നേടും. അവരെ എഴുത്തിലും അവരെ വരയിലും അവരെ കളിയിലും പാട്ടിലും പലവിധമായ ആക്ടിവിറ്റീസിലും ഒക്കെ കുട്ടികളെ കൂടുതൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ കുറച്ചുകൂടി നമുക്ക് ഇതിൽ നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഇളയ ഒരു നിർദ്ദേശം. താങ്ക് യു. തീർച്ചയായിട്ടും താങ്കളുടെ ഈ കാര്യവും ഞങ്ങൾ ഉൾപ്പെടുത്തും. ഞാനിവിടെ ഒരു പാരൽ കോളേജ് നടത്തുന്ന വേണൂസ് കോളേജ് എന്ന് പറയും. എന്താണ് പേര്? വേണൂസ് കോളേജ് എന്ന് പറയും. പണ്ടേയുള്ള കോളേജാണോ? 10-35 വർഷമായി. സാറേ, എനിക്ക് പറയാനുള്ളത് 2-3 പോയിന്റുകൾ പറയാനേ ഉള്ളൂ. നമ്മൾ ലഹരി MDMA അടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചു, പിന്നെ ഇന്നയാളെ കൊന്നു, കുത്തി എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാറേ, ഈ അടിക്കുന്നവരെല്ലാവരും നാട്ടുകാരെല്ലാം കുത്തുണ്ടായോ? അന്നേരം നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട്. അടിച്ചിട്ട് ഈ കുത്താനുള്ള പ്രേരണ ഇതെവിടുന്ന് കിട്ടി? ഇതിന് ഏതൊരു കാര്യത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ ആത്മഹത്യ എന്താണ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെടുത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അന്നേരം എഴുതിയൊക്കെ വെക്കും, അത് ആർക്കെങ്കിലും പണി കൊടുക്കാൻ എഴുതി വെക്കും. അന്നേരം ഒരാളെടുത്ത് പറയാൻ എനിക്ക് ഞാൻ എൻ്റെ അമ്മയെടുത്തോ എൻ്റെ അച്ഛൻ്റെ അടുത്തോ അല്ലെ ലോകത്ത് ഒരാളെടുത്തും പറയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് എങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊരിക്കലും ഞാൻ മരിക്കുമ്പോഴും മരിക്കുന്നതിന് മുമ്പ് ആരത്തും എഴുതി വെക്കത്തോലും ഇല്ല. അന്നേരം ആത്മഹത്യ അങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ ലഹരി അടിച്ച് നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം കണ്ടല്ലോ, അപ്പോൾ പിന്നെ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, ഇപ്പോൾ കൊല്ലത്തെ ഫാത്തിമ കോളേജിൽ ഒരു പയ്യനെ കൊന്നു എന്നൊക്കെ നമ്മൾ കേട്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിലും വലിയൊരു ലഹരിയുണ്ട്. ആ ലഹരിയാണ് മോശമായിട്ടുള്ള പ്രേമം. സാറേ, എല്ലാ ലഹരിയുടെ കൊലപാതകമായിട്ട് നമ്മൾ ഏകദേശം ഒരു 90% എടുത്തു കഴിഞ്ഞാൽ വീട്ടകങ്ങളിലെടുത്തു കഴിഞ്ഞാലും ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു, ഇങ്ങനെ ഇതൊന്നും ലഹരി അവസാനത്തൊരു മരുന്നാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലെ ആ വശമാണ് നമ്മൾ കൂടുതൽ, ഇത് ആരും ചർച്ച ചെയ്യാത്തൊരു ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അവിടെ നോക്കട്ടെ, ഏതൊരു കാര്യത്തിനും ആ പയ്യൻ പിന്നെ അമ്മയും അവൻ്റെ പിന്നെ ഒരുപാട് പേരെ കൊന്നു, പക്ഷെ അതിൻ്റെ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അന്നേരം ഒന്നത്. രണ്ട്, പിന്നെ സാറേ, ഈ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അധ്യാപക വൃന്ദങ്ങൾക്ക് പഴയതുപോലെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം അത് പറയുന്നുണ്ടല്ലോ, കോടതി ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലേ പണ്ടൊക്കെ എൻ്റെ കാര്യം തന്നെ അറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനമൊക്കെ തുടങ്ങി 10-20 ആ സമയത്ത് ഞാൻ നാട്ടിലൊരു പോലീസുകാരനായിരുന്നു കുട്ടികളുടെ ഇടയിൽ. കാര്യം പറഞ്ഞാൽ അവിടെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. എൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് പ്രശ്നം അവിടെ സോൾവ് ചെയ്യും. അങ്ങനെ അത് എല്ലാ അധ്യാപകരിലും ഉണ്ട്. സാർ അറിയാമല്ലോ, സാർ ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്കത് പറ്റുന്നില്ല. കാര്യം പറഞ്ഞാൽ ഇന്ന് സാറേ ഈ ഇത്രയും കുട്ടികൾ നമ്മൾ ഏകദേശം +2 വരെയുള്ള കുട്ടികളെടുത്ത് ഇത്രയും കുട്ടികൾ അധ്യാപകരുടെ കീഴിലല്ലേ. അന്നേരം അധ്യാപകർക്ക് കൃത്യമായിട്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനൊരു സ്വാതന്ത്ര്യം. ഇന്നിപ്പം തൊട്ടടുത്തൊരു സ്കൂളിൽ നാളെ ഞാനൊരു ലഹരി പിടിച്ചു, ഈ പിടിച്ചതിൻ്റെ പേര് കുട്ടി അങ്ങ് പോയി നാട് വിട്ട്, അല്ലെങ്കിൽ അവൻ പോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കാരണത്തിലായിരിക്കും. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, പിള്ളേർ പഠിക്കൂ. സാർ ഇപ്പോഴേ പറയുന്നത് കേട്ട് പഠിക്കൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാർ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ സാർ എൻ്റെ എത്ര ദിവസം കൊണ്ട് ഞാൻ കിടന്ന് കറങ്ങിയാണ്. സാർ ഒരു ലഹരിയിലും പോകത്തില്ല, ഒരു പ്രശ്നം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ കിടന്ന് കറങ്ങിയാണ്. അതേസമയം സാറിന് ജോലിയൊന്നും ഇല്ലെങ്കിൽ സാർ വെറുതെ ഇരിക്കുമ്പോൾ സാർ പലതും ചെയ്യും. എന്ന് പറയുന്ന പോലെ പഠിക്കുന്ന കുട്ടി ഒരിക്കലും അവൻ ലഹരിക്ക് അടിമയായി മാറത്തില്ല. എന്തിനാണ് ഈ രക്ഷകർത്താക്കൾ കളിക്കാൻ വിടാത്ത എന്താ? പേടിയാ സാറേ. അവിടെയാണ് ഇവർ സ്കൂളിനകത്തേക്ക് ലഹരി ആരും വന്ന് വിൽക്കത്തില്ല. ഈ കളിസ്ഥലങ്ങളിലാണ് ഇതെല്ലാം പോകുന്നത്. ഞങ്ങൾക്ക് പേടി. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വിടുന്ന ഭാഗങ്ങളിൽ
ഒരിക്കലും അപകടം ഉണ്ടാകാത്ത അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് പിന്നെ പിന്നെ ഗവൺമെൻറ്റൊക്കെ വളരെ ശ്രദ്ധ ആ രീതിയിലാണ് ചെലുത്തേണ്ടത്. അങ്ങനെ ഇങ്ങനെ 2-3 കാര്യം. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രേമത്തിനെ കുറിച്ചല്ല, വളരെ മോശമായിട്ടുള്ളൊരു പ്രേമമാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്കെല്ലാം കാരണം. അതിൻ്റെ അവസാനം ഇത് തീർക്കാൻ വേണ്ടി നമ്മൾ ലഹരിക്ക് അടിമയാകും. പറഞ്ഞു മനസ്സിലായോ? അന്നേരം ലഹരി മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ താങ്കൾ പറഞ്ഞതിനകത്ത് ചില സത്യങ്ങളും ഉണ്ട്, ചിലത് നിഗമനങ്ങളും ഉണ്ട്. അപ്പം ഇരുന്നോളൂ. ആ വേണു സാർ അല്ലേ? വേണു സാർ ഒരു പോലീസുകാരനായിരുന്നു എന്ന് പറഞ്ഞത് സന്തോഷം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ സാധാരണ നമ്മളിപ്പോൾ കള്ളു കുടിച്ച് വീട്ടിൽ കയറി നമുക്ക് ചിലപ്പോൾ ഒരാളെ കൊല്ലാനും തോന്നത്തില്ല. കള്ളുകൂടി അത്ര നമ്മളെ സ്വാധീനിക്കുന്നില്ല. എന്നാൽ MDMA ഇഫക്റ്റ് ചെയ്യുന്ന ഇവിടെ സയൻസ് പഠിച്ചവരുണ്ടെങ്കിൽ അറിയാം, അത് വേറൊരു രീതിയിലാണ്. പെട്ടെന്ന് നമുക്ക് ഒരു മനോരോഗം ബാധിച്ച ഒരാളിനോട് നമുക്കൊരു വിഷയം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, ഒരാൾ മനോരോഗിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാൾ 24 മണിക്കൂർ മനോരോഗിയാണ്, അല്ലാതെ അയാൾക്ക് ഒരു അരമണിക്കൂർ ഇതിന്ന് മോചനമൊന്നുമില്ല. അപ്പോൾ ഈ MDMA പോലുള്ളൊരു സാധനം നമ്മുടെ ശരീരത്തെ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു മനോരോഗിയുമായിട്ട് വലിയ അകലമില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ നീങ്ങും. ഇയാളുടെ കൺമുന്നിൽ പിന്നെ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് മിത്രങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറിയ അമ്മയാണെന്ന് നമുക്ക് മനസ്സിലാകും, ഭാര്യയാണെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയും. പക്ഷേ അമ്മയും സഹോദരിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാത്ത ലഹരി അവസ്ഥയിലേക്ക് MDMA നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ സിന്തറ്റിക് ലഹരിയെക്കുറിച്ച് ചില പ്രത്യേക നിലപാടുകൾ സിനിമയിൽ പോലും വരുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ പ്രേമം തീർച്ചയായിട്ടും ഇതിനൊരു കാരണം. പ്രേമം വളരെ വിശാലമായൊരു കോൺസെപ്റ്റാണ്, നിങ്ങൾക്കറിയാം. പ്രേമം മൃതി പോലെ ശക്തം എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ഇല്ല, ആ പ്രേമം എന്ന് നമ്മൾ സ്നേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞാൽ അതില്ലാത്തതിൻ്റെ കുറവുണ്ട്. പിന്നെ പ്രണയ നൈരാശ്യം ബാധിച്ച ആൾക്കാരും ഒക്കെ ഇങ്ങനെ കുത്തിക്കൊല്ലാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ സ്വഭാവ രീതികൾ മാറ്റിമറിക്കാൻ ഈ MDMAക്ക് കഴിയും എന്ന് MDMA വഴി നടത്തിയ കൊലപാതകങ്ങൾ, അത് 70 പേര് മരിച്ച 30 എണ്ണവും MDMAയുടെ സ്വാധീനത്തിലാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ 2 മാസത്തിനുള്ളിൽ സംഭവിച്ചാൽ കേരളത്തിൽ. ഇതൊക്കെ ശരിക്കും കേരളം പോലൊരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല. കാര്യം കേരളം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ, ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ. ടൂറിസമാണ് നമ്മുടെ ഏറ്റവും വലിയ കച്ചവടത്തിന് പറ്റിയ സാധനം. നമ്മുടെ നാട് ഭാവിയിൽ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോകാം, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ നല്ല സ്ഥാപനങ്ങൾ വേണം, നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം. ഇനി പണ്ടൊക്കെ ഒരു വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരല കോളേജ് നടത്തി നമുക്ക് ജീവിക്കാമായിരുന്നു. ഇനി പാരല കോളേജ് നടത്തി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമോ? ഭയങ്കര പാടാണ്, ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകാൻ തന്നെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വലിയ സ്ഥാപനങ്ങൾ വരണം, വിദേശ ടൂറിസ്റ്റുകൾ വരണം. നമ്മുടെ കുണ്ടറയിലൊക്കെ തന്നെ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാകണം. ടൂറിസ്റ്റ് സ്പോട്ട് വന്നാൽ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അതിന് സൈഡ് ഇഫക്റ്റായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ വന്നില്ലെങ്കിൽ എന്താണെന്നറിയാമോ? ഒരു കുട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു, അവൻ നോക്കുമ്പം അവിടെ ഒരു ജോലി കിട്ടിയാൽ പിന്നെ കേരളത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കൽ മുഖ്യമന്ത്രിയോട് തന്നെ ഒരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു, ഒരു 2040 ആകുമ്പോഴേക്കും വൃദ്ധന്മാർ അധിവസിക്കുന്ന മണ്ണായിട്ടായിരിക്കും കേരളം ചിലപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടേക്ക് ആളുകൾ വരുന്നത് തന്നെ ഇത്രയും കൂടുതൽ ലോകത്ത് വൃദ്ധന്മാർ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് കരുതി കളവന്മാരെ കാണാൻ ആൾക്കാർ വരും. അങ്ങനൊരു അവസ്ഥ നമുക്ക് വേണോ? അതും നമ്മൾ ആലോചിക്കണം. ഓക്കെ, SK, നമുക്കൊപ്പം ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടൊരു കുണ്ടറയുടെ അഭിമാനം ഉണ്ട്. ഡോക്ടർ PS നന്ദ എന്നാണ് പേര്. ഡോക്ടറാണ്, ഗവേഷകയാണ് അല്ലേ? ഈ കഴിഞ്ഞ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ദുബായിൽ നടന്ന 2ാമത് ഇൻ്റർനാഷണൽ ആയുഷ് കോൺഫറൻസിൽ പ്രത്യേക പരാമർശത്തിന് അർഹയായി. ഡോക്ടർ PS നന്ദയ്ക്ക് ആദ്യം അഭിനന്ദനങ്ങൾ 24-ൻ്റെ. താങ്ക് യു ഡോക്ടർ നന്ദ. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം? നന്ദ ആരാണെന്ന് കൂടി പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റാലും കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഇരുന്നോളൂ. സോറി ഇരുന്നോളൂ. എൻ്റെ പേര് നന്ദ PS എന്നാണ്. ഞാനിപ്പോൾ ഡോക്ടർ നന്ദ PS. ഞാൻ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്. സെർബൽ പാൾസി 80% ഡിസോർഡർ ആണ് എനിക്കുള്ളത്. ഞാൻ ഈ അതെ ഈ SNSMS സ്കൂളിൽ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പം എൻ്റെ പ്രിൻസിപ്പളിൻ്റെ പ്രസൻസോട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അനിൽകുമാർ സാർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് SK സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. 2021 ഈസ്റ്റേൺ ഭൂമിക ഐക്കോണിക് വിമൻ അവാർഡ് 2020 വിന്നറായിരുന്നു. അപ്പോൾ അത് 24 ന്യൂസ് ചാനലാണ് ടെലികാസ്റ്റ് ചെയ്തത്. അന്ന് ഫസ്റ്റ് അവാർഡ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ കയറി എനിക്കും എൻ്റെ സ്റ്റോറി പറയാൻ തന്നു. ഫ്ലവേഴ്സ് 24 ന്യൂസ് ചാനൽ എല്ലാത്തിലും പോയിരുന്നു പ്രോഗ്രാം. സർ, എനിക്ക് പറയാനുള്ളത് 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അതായത് 2010 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ നടന്നൊരു അനുഭവം. ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചു വന്നിരുന്നത്. പക്ഷേ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ചേർക്കുകയാണ് ചെയ്തത്.
ഞാനും എൻ്റെ അനിയത്തിയുമുണ്ട്, അമ്മയുമുണ്ട്. അപ്പോൾ അത്രയും വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്കൂൾ കാലഘട്ടമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരിക്കൽ സെമിനാർ പ്രസൻറ്റേഷന് എനിക്കൊരു ടോപ്പിക് തന്നു. ഡ്രഗ് അബ്യൂസിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് കൊണ്ടുവരുന്നത്, എങ്ങനെയൊക്കെ കുട്ടികളിൽ അത് തടയാം എന്നതായിരുന്നു എൻ്റെ ടോപ്പിക്. സെമിനാർ പ്രസൻറ്റേഷൻ്റെ ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെയായിരുന്നു പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ബോയ്സിനെയും ഗേൾസിനെയും ചേർത്തിട്ട് എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടി വന്നു, എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം. പക്ഷേ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു, കുറച്ച് ഡ്രഗ്സ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ പോലെ നടത്തായിരുന്നു എന്ന് തമാശ രൂപേണ പറഞ്ഞതാണ്. അപ്പോഴാണ് തൊട്ടടുത്തിരുന്നത് പയ്യൻ എന്നോട് പറഞ്ഞത്, നന്ദ ഡ്രഗ്സ് കിട്ടാനാണോ ഇത്ര ബുദ്ധിമുട്ട്, ഞാൻ ഒപ്പിച്ചു തരാം. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അത് നമ്മുടെ സ്കൂളിൻ്റെ മച്ചിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ടോയ്ലറ്റിലുണ്ട്, ഷൂവിൻ്റെ അടിയിലുണ്ട്, സോക്സിലുണ്ട്, പിന്നെ പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഡ്രഗ്സും. അന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് നെയിംസ് ഒന്നും പോലും ഓർമ്മയില്ല. പാൻപരാഗ്, പാൻ മസാല, അങ്ങനെ. അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ആ കടയിൽ അമ്മൂമ്മയാണ് സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. ആ അമ്മൂമ്മയുടെ കൊച്ചുമകനും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ കുട്ടികൾ സാധനങ്ങൾ വാങ്ങിയിരുന്നതെന്നും അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ 10 വർഷം മുൻപോ 2010 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു അനുഭവമാണ്. 15 വർഷം മുൻപ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഞെട്ടലും കൂടിയായിരുന്നു. കാരണം അമ്മൂമ്മയ്ക്ക് ഒരു കൊച്ചുമകനുണ്ട്. ആ കൊച്ചുമകൻ 8ാം ക്ലാസ്സിലേക്ക് എത്തിയതേ ഉള്ളൂ. ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിലും. എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റാണ് ഈ അമ്മയുടെ കൊച്ചുമകൻ എന്ന് പറയുന്നതും. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടുത്തെ എനിക്ക് പ്രസൻറ്റേഷൻ തന്നിരുന്നത് ബയോളജി ടീച്ചറായിരുന്നു. സജി ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ട്, ഇങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്, നമുക്കിത് നിർത്താം, നന്ദ എല്ലാ ലൊക്കേഷനും ഒന്ന് കണ്ടുപിടിക്കുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ എന്ന് പറയും. ഡെഫിനറ്റ്ലി. അപ്പോൾ പൊതുവേ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു. ഞാൻ എല്ലാവരോടും സംസാരിച്ചു. എൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് റൂമാണ്. അവിടെ 2 കുട്ടികൾ, മലയാളം മീഡിയം സ്കൂളിൽ കുറച്ചധികം പേരുണ്ട്. ഇവരെല്ലാവരും എനിക്ക് പല സ്ഥലങ്ങളും കാണിച്ചു തന്നു, പല സാധനങ്ങളും എൻ്റെ കൈക്കലായി. അതിനുശേഷം ഞങ്ങൾ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ഒരു വമ്പൻ പ്രോഗ്രാമായിട്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. അന്നത്തെ സമയത്ത് എക്സൈസ് ഓഫീസേഴ്സൊക്കെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങളുടെ ഈ സെമിനാർ പ്രസൻറ്റ് ചെയ്തു. അവസാനം ഈ ഡ്രഗ്സൊക്കെ തിരിച്ചു നൽകുമെന്ന വാഗ്ദാനത്തിലാണ് ഞാൻ വാങ്ങിയതെങ്കിലും സംഭവങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. അതോടുകൂടി ഈ ബോയ്സ് എല്ലാം പ്രശ്നമാക്കി. അമ്മയുടെ, അതായത് അവിടുത്തെ അധ്യാപികയുടെ മകളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്ന് തറിയഭിഷേകം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുതിർന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര, ഞാൻ എൻ്റെ അമ്മ ആരാണെന്ന് അറിയാമോ, നീ സ്കൂളിലെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോഴും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഫിസിക്കലി മെൻ്റലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ അതിൽ ഉറച്ചു നിന്നു. പിന്നെ വർഷങ്ങൾക്കിപ്പുറം അതിലെനിക്ക് ലൊക്കേഷൻസൊക്കെ കണ്ടുപിടിച്ച് തന്ന പയ്യൻ 2 years കഴിഞ്ഞപ്പോൾ തന്നെ, +2 കഴിഞ്ഞപ്പോൾ തന്നെ ആക്സിഡൻറ്റിൽ മരിച്ചിരുന്നു. ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. പിന്നീട് 2020 കോവിഡിൻ്റെ സമയത്ത് വേറൊരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്, നന്ദയുടെ ആ ഡ്രഗ്സിൻ്റെ ആ സെമിനാർ എന്നെ ശരിക്കും ഒരു നല്ല മനുഷ്യനാക്കി. ഞാൻ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായിൽ പോയി കോവിഡിൻ്റെ ലീവിൽ വന്നപ്പോൾ നന്ദയോട് എനിക്കൊരു നന്ദി പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചത്. ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരാളുടെ ജീവിതം എനിക്ക് നൽകാൻ സാധിച്ചു എൻ്റെ ഒരു സെമിനാർ കൊണ്ട്. പക്ഷേ ഇന്ന് 15 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനൊരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു സെമിനാറോ പ്രസൻറ്റേഷനോ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് ബിഗ്ഗസ്റ്റ് ചേഞ്ച് കൊണ്ടുവരുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. പകരം അവർക്ക് ഇന്നത്തെ കാലത്ത്, അതായത് ഈ 2K കിഡ്സിന് എനിക്ക് തോന്നുന്നു IQ-യും EQ-യും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല അനുഭവങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മോശ അനുഭവങ്ങൾ കണ്ടാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ടൂറുകൾ സംഘടിപ്പിക്കുമ്പോൾ ആദ്യം ചെല്ലേണ്ടത് ഈ പറഞ്ഞ ഗോവയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ ഒന്നുമല്ല, മറിച്ച് തൊട്ടടുത്ത മാനസികാശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ജയിൽസ്, ഈ എന്താ പറയുക, ഡ്രഗ്സ് യൂസ് ചെയ്ത് പ്രിസണിലേക്ക് ആയ ആൾക്കാരെ കാണുകയാണ് ചെയ്യേണ്ടത്. അതിലൂടെ അവർക്ക് മനസ്സിലാവും എത്രത്തോളം രോഗങ്ങളാണ് അവർക്ക് വരുന്നത്, അതുമല്ലെങ്കിൽ എന്തോരം ശിക്ഷകളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ആ ജനൽ കമ്പികളിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, പൂജപ്പുര സെൻട്രൽ ജയിലിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളമ്പാറയിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സെല്ലിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിക്ക ആൾക്കാരും ഡ്രഗ് അബ്യൂസ് കൊണ്ടാണ് ആ വിക്ടിമായിരിക്കുന്നത്. അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളും ഡ്രഗ് അബ്യൂസ് കൊണ്ടാണ് കുറ്റവാളികളായിരിക്കുന്നത്. അപ്പോൾ എത്തേണ്ടത് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കല്ല, മറിച്ച് ഹോസ്പിറ്റൽസിലേക്കും ജയിൽസിലേക്കുമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ,
എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞിരിക്കുന്ന ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനെ പോലെ കാണണം എന്നാണ്. എൻ്റെ ടീച്ചേഴ്സിനെ അടുത്ത് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ടീച്ചർ എന്നുള്ള ലേബിൾ എനിക്കൊരു ബാരിയർ ആയിരുന്നില്ല. രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. എല്ലാം പറയാനുള്ളൊരു സ്പേസ് കൊടുക്കണം. തിരക്കാണ്, മാതാപിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ, തിരക്കാണെന്ന് എഴുതിയിട്ട് അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കാതിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിപ്രഷനും കൺഫ്യൂഷനും എന്താ പറയുക, പലതരം കൺഫ്യൂഷൻസും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു നന്ദ. നന്ദ പറഞ്ഞതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നന്ദയുടെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങളും ശരിയാണ്. കുട്ടികളൊക്കെ 2K കിഡ്സാണ്, അവരിതൊക്കെ പറഞ്ഞാൽ കേൾക്കുമെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. അപ്പോൾ നന്ദയെ നമ്മളൊന്ന് ആദരിക്കുന്നതിന് ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ആരെയെങ്കിലും നേരെയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 16-ാമത്തെയും 17-ാമത്തെയും വാർഡൊന്ന് കൊണ്ട് കാണിക്കുക. അപ്പോൾ എന്നുവെച്ചാൽ വലിയ രോഗങ്ങൾ ബാധിച്ച്, അതുപോലെ അവിടം കൊണ്ട് നിലച്ചില്ലെങ്കിൽ തൊട്ട് എതിർഭാഗത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. അതിൻ്റെ വാർഡ്, കുട്ടികളുടെ വാർഡ് കൊണ്ട് കാണിച്ചാൽ മതി. ജനിച്ചപ്പോഴേ ക്യാൻസറുമായി പിറന്നു വീണ കുറേ കുഞ്ഞുങ്ങൾ ആ വാർഡിലുണ്ട്. നിങ്ങളുടെ മനസ്സലിയിക്കുന്ന ചിത്രങ്ങൾ അവിടെ കാണും. ഒരിക്കലും പശ്ചാത്താപം തോന്നാത്ത ആൾക്കാരെ കൊണ്ടിറക്കാൻ പറ്റിയ സ്ഥലം RCC ആണ്. അത് അപ്പോൾ നമ്മൾ നമ്മുടെ നന്ദയെ ഒന്ന് ആദരിച്ചിടാം അല്ലേ? ഓക്കെ, പ്ലീസ്. ഇനി പറയാൻ പെട്ടെന്ന് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയണേ. എൻ്റെ പേര് ജിജു എന്നാണ്, ഫോട്ടോഗ്രാഫറാണ്, മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് തോന്നിയ 1-2 ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻപൊരു സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ 800ഓളം കുട്ടികളുള്ള ആ സ്കൂളിൽ ഞാനൊരു ജനറൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആകപ്പാടെ വന്നത് 12 ഗാർഡിയൻസാണ്. വെറും 12 പേർ മാത്രം. താങ്കൾ ഭാഗ്യവാനാണ്, അത്രയും പേര് വന്നല്ലോ. അല്ല, എനിക്ക് സങ്കടം തോന്നി എന്ന് പറഞ്ഞാൽ പലരും ഈ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് പോയിട്ട് പിന്നെ 10th കഴിഞ്ഞ് TC മേടിക്കാൻ വേണ്ടി മാത്രം, ഒപ്പിടാൻ വേണ്ടി മാത്രമാണ് പലരും തിരിഞ്ഞു നോക്കുന്നത്. അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഒരു നാടൻ ശൈലിയിൽ അവരിപ്പം നമ്മളിപ്പോൾ എത്ര സെമിനാർ നടത്തിയാലും കൗൺസിലേഴ്സിനെയൊക്കെ സാർ പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ അതിനെ അപഹാസ്യമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ഞങ്ങൾക്കിതൊക്കെ അറിയാം, പറഞ്ഞിട്ട് പോവുകയെ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? താങ്കളുടെ പേരെന്താ പറഞ്ഞേ? ജിജുമോൻ. ജിജുമോൻ, അതായത് ഈ ഒരുവിധ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് ഈ ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മളത് അംഗീകരിച്ചു കൊടുക്കാൻ വേണം. കാര്യം അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് വിരൽത്തുമ്പിൽ കാര്യങ്ങളെല്ലാം. പക്ഷേ നിങ്ങളുടെ അനുഭവ സമ്പത്തൊന്നും അവർക്കില്ല. അപ്പം നിങ്ങൾ അവരെ അത്ഭുതപ്പെടുന്ന അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇവരെ അവർ പോലും അറിയാതെ ശ്രോതാക്കളാക്കി മാറ്റണം. അതെ, ഇവർ ഇപ്പം നമ്മളത് ഒരു നല്ല പ്രസൻറ്ററുടെ ഒരു റോൾ എന്താണ്? ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിച്ചു തുടങ്ങും, പറയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കലും ഒരു രാത്രി സമയം ഞാൻ കുണ്ടറയിൽ വന്നിറങ്ങി. ഒറ്റയാൾ ആ നഗരത്തിലില്ല, വല്ലാത്ത ഇരുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ 2K ബുദ്ധിയുള്ളവനാണെന്ന് ആലോചിക്കുന്നത്. പിന്നെന്തോ സംഭവിച്ചു, അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വരുന്നു. അപ്പോഴും അവൻ ആലോചിച്ചിരിക്കും. അങ്ങനെ ഇവൻ ഈ കഥ മുഴുവൻ ഇവന് ശ്രോതാവായിട്ട് അങ്ങ് ഇരുന്ന് തരും. അങ്ങനെ ഇരുത്തിയാലേ 2K കിഡ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായിട്ട് പോവാം. ഓക്കെ സാർ, ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് സ്നേഹം, കരുണ, ബഹുമാനം, ഇതൊന്നും ഇപ്പോൾ കുട്ടികളിലില്ല. യഥാർത്ഥത്തിൽ അതുണ്ടാകണമെങ്കിൽ ഉണ്ടെന്നേ നമ്മളത് കണ്ടെത്തണം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായം, യഥാർത്ഥത്തിൽ ഈ 5 മിനിറ്റുള്ള പ്രയർ 1 മിനിറ്റ് ആക്കിയ ശേഷം, എൻ്റെ ഒരു അഭിപ്രായം, എളിയ അഭിപ്രായമാണ്, അവർ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, എല്ലാവർക്കും എല്ലാ നന്മയും കൊടുക്കണമേ, എനിക്കും എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും പഠിക്കാനുള്ള ബുദ്ധിശക്തിയും സാമ്പത്തികവും എല്ലാം നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച ശേഷം ബാക്കി വരുന്ന ഈ 3 മിനിറ്റ് അവർക്ക് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് കാർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ഇടയിൽ എത്രയോ പേർ, ഞാൻ ഇന്നലെ ഒരു അനാഥാലയത്തിൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോൾ, അപ്പം നമുക്ക് അവരെ വിഷ്വൽസ് അവരെ കാണിക്കുക, ക്യാൻസർ പേഷ്യൻസിനെ കാണിക്കുക, ആക്സിഡൻറ്റിൽ പകുതി പാരലൈസായി പോയവരുടെ സാക്ഷ്യങ്ങൾ, അതുപോലുള്ള പലരെ ഈ ഡ്രഗ് അഡിക്റ്റായി തിരിച്ചു വന്നവരെ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് വിഷ്വലിന് ഭയങ്കര ഒരു സ്വാധീനം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് സ്വാഭാവികമാണ്. ഓഡിയോയൊക്കെ എപ്പോഴും വിഷ്വലൈസേഷനാണ്. ഞാനങ്ങനെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, വിഷ്വലൈസേഷൻ ക്ലാസ് റൂമിൽ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് പഠിക്കാമായിരുന്നു. അന്ന് വന്നില്ല. പക്ഷേ അതിലൂടെ അവരുടെ മനസ്സിലേക്ക് ഇത് പതിയും. ഇതല്ല എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്കിപ്പം ദൈവം ഈ ആയുസ് ഈ രീതിയിൽ തന്നത് ഇങ്ങനെ വിനിയോഗിക്കാനല്ല എന്നൊരു തോട്ട് കുട്ടികളിലുണ്ടാക്കണം.
അതാണ് അത്യാവശ്യമായി വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കരുണയൊക്കെ അതുവഴി ഉണ്ടാവണം. മറ്റൊരാൾ അവരെ ഈ ലഹരിയിലേക്ക് വിളിക്കുമ്പോൾ അവർ ഒന്നും തിരിച്ച് ചിന്തിക്കണം, ഞാൻ ഇന്ന് രാവിലെ കണ്ട അനുഭവം എന്താണ്. എന്നും ഒരു വിഷ്വൽ കാണിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, പല പല വിഷ്വൽസ് കാണിച്ച് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ. ഒരു 4 മിനിറ്റ് 3 മിനിറ്റ് മതി. അതിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷേ അവർ നന്നായേക്കാം എന്നെനിക്കൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും ദൃശ്യങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ബിന്ദരന്മാല ഈ പഞ്ചാബിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവായി നടക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമുണ്ട്. അതായത് ഈ പോളിയോ, നിങ്ങൾക്കറിയാം, പോളിയോ, ഡിപ്തീരിയ എന്നൊക്കെ പറയുന്ന ഈ 5 കില്ലർ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ കുറേ തീവ്രവാദികൾക്ക് മുമ്പിൽ ഒരു ഡോക്യുമെൻ്ററി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ ലൈറ്റൊക്കെ അണച്ചിട്ട് ഈ ഡോക്യുമെൻ്ററി മാത്രം ഇവരൊരു 40 മിനിറ്റോളം കണ്ടു. അപ്പോൾ ഈ ബിന്ദരന്മാലയുടെ ആൾക്കാരാണ് അവർ, 10-40 തീവ്രവാദികളാണ്. ഇവർ തോക്ക് താഴെ വെച്ചു ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടിട്ട്. ദൃശ്യങ്ങൾക്ക് അങ്ങനെ അത്രമാത്രം ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ കുട്ടികൾക്കൊക്കെ അപാര ബ്രില്യൻ്റാണ് കുട്ടികൾ, വലിയ ബുദ്ധിവൈവമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. പക്ഷേ അവർക്ക് ഈ മണ്ണിൽ ചവിട്ടി നിന്നുള്ള പരിചയമില്ല. ഇവരെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് കുടിച്ച് പരിചയമാണ്. തോട്ടിൽ ചാടിയും ആറ്റിൽ ചാടിയും ചേറിൽ കമന്ന് വീണും ഒന്നുമുള്ള പരിചയമില്ല. ആ പരിചയക്കുറവാണ് അവരുടെ പ്രശ്നം. അത് നമ്മൾ പഠിപ്പിക്കണം. പിന്നെ ഒരു കാരണവശാലും നമുക്ക് വെള്ളക്കാരെ പോലെ ആകാൻ പറ്റത്തില്ല. നമ്മൾ ചോട്ടും കൂട്ടും ഒക്കെ ഇടിയിപ്പിച്ച് ഇംഗ്ലീഷും പറയിപ്പിച്ച് ഇവരെ നേരെ അങ്ങ് അമേരിക്കയിലെ വില്യമാക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുത്തേ ഉള്ളൂ. നമ്മളെങ്ങും എത്തത്തില്ല. നമ്മുടെ പിള്ളേരായിട്ട് വളർത്തുക. എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ പേര് ഷർജു എന്നാണ്. ഞാൻ RYF RSPയുടെ യുവജന സംഘടനയായ RYFൻ്റെ കുണ്ടറ മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യൂത്ത് നിലവിൽ രാഷ്ട്രീയത്തിൻ്റെ അധീനതയിൽ കുറേ പേരെയെങ്കിലും മുതലെടുക്കുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. ഈ പല യുവജന സംഘടനകളും വിചാരിച്ച് നടക്കുന്നുള്ളൂ. നമ്മുടെ കൂടെ ആളെ കൂട്ടാൻ വേണ്ടി ഈ ലഹരി ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും കൂടെ കൊണ്ട് കിടത്തരുത്. നമ്മളെ കൂടെ ഉള്ളവർ, എല്ലാ യുവജന സംഘടനയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. അതുപോലെ തന്നെ നിയമ സംവിധാനം കുറച്ചുകൂടെ ഉഷാറാവുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് പേരൻറ്റിങ്ങും സഹായവും എല്ലാവർക്കും വേണ്ടുന്ന കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. അതെല്ലാം വേണ്ടെന്നല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് വിൽക്കാൻ വരുന്നവൻ 100 വട്ടം ആലോചിക്കണം, ഞാനിത് വിറ്റ് കഴിഞ്ഞാൽ ഞാനിത് പുറം ലോകം കാണത്തില്ല എന്ന് ഉറപ്പ് ഇപ്പോഴത്തെ സർക്കാരിന് ഈ കേരള സമൂഹത്തോട് കൊടുക്കാൻ കഴിയണം. അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പരാജയമാണ് ഈ ലഹരി ഉപയോഗം കേരളത്തിൽ ഇത്രയും കൂടി വന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനത്തിന് ഈ ഒരു ഗതി വരുമെന്ന് ഈ ഇരിക്കുന്ന ഒരാളെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ മുൻകാലങ്ങളിൽ? ഇല്ല. പക്ഷേ നമ്മൾ ഇന്നിരിക്കുന്നത് പൊട്ടാൻ പോകുന്നൊരു ബോംബിലാണ് കേരളം എന്ന് പറയുന്ന ആ ബോംബിൽ. ആ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് നിർവീര്യമാക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ ഓരോരുത്തരും പ്രയത്നിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ നിയമ സംവിധാനം അത് കുറച്ചുകൂടി ശക്തമാക്കുന്നതിന് വേണ്ടി കൂടി പ്രതികരിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അവരോടൊപ്പമുള്ള ഡ്രഗ് അഡിക്ട്സിനെ മാറ്റുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഈ നമ്മൾ ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായി പറഞ്ഞതാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട, വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കണം. എൻ്റെ അനുഭവത്തിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും ഒരു കാരണവശാലും ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ പോകാൻ പാടില്ല. ഈ സംഘടനകൾ സജീവമായിരുന്ന സമയത്ത് ക്യാമ്പസുകളിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ വ്യാപകമായിരുന്നില്ല. അതേസമയം വിദ്യാർത്ഥി സംഘടനകളിൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കൂടെയുള്ള, ഇദ്ദേഹം പറഞ്ഞതുപോലെ കൂടെയുള്ള ആളുകൾ എന്തെങ്കിലും ഇതുപോലുള്ള മയക്കുമരുന്നിന് അടിപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതിയാവുകയോ ചെയ്താൽ അവരെ സംരക്ഷിച്ച് നിർത്താനുള്ള തന്ത്രം അവർക്കുണ്ട്. കാരണം അവരുടെ സംഘടനയിൽ നിന്ന് ആളുകൾ ചോർന്നു പോകും എന്ന ഭയം. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അത് ആലോചിക്കേണ്ടതാണ്. അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ പള്ളിക്കൂടത്തിലും സജീവമാകണം. രക്ഷകർതൃ സമിതി സജീവമാകണം. സന്നദ്ധ സംഘടനകളോടെ പോയി അന്വേഷിച്ചാൽ ഓരോ സ്കൂളും ഓരോ സ്പെസിഫിക്കാക്കി മാറ്റിയെടുത്ത് ഒരു സംഘം ആൾക്കാർ അതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ ഈ ചുറ്റുപാട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇദ്ദേഹം പറഞ്ഞൊരു ബോംബിൻ്റെ പുറത്താണ് നമ്മളിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കണം. ശരിയാണ്, അത് പൊട്ടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇപ്പോൾ പൊട്ടുന്നൊരു അവസ്ഥയിലുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞില്ലേ, അങ്ങനൊരു സാഹചര്യം ഉണ്ട്. അപ്പം നമുക്കിനി ഇനി ഇതോടെ നമ്മൾ അല്ലേ അവസാനത്തെ ആളെ നമ്മൾ പറയുന്നില്ല, എന്നാലും നാളെ നമ്മൾ തുടരുമല്ലേ. എൻ്റെ പേര് യാഷ്കുട്ടൻ എന്നാണ്. എൻ്റെ പേര് യാഷ്കുട്ടൻ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്ററാണ്. ഓക്കെ. മൺട്രോത്തുരത്തിൽ ബോട്ട് ഓടിച്ചിരുന്ന ആളാണ്. സാറിനെ ഒരു ദിവസം ബോട്ടിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ. ഞാനത് നിങ്ങളെ എവിടെ വെച്ചാൽ കണ്ടത്? സാറ് എൻ്റെ ശിഷ്യനാണ്. ഞാൻ ബോട്ട് ഓടിക്കാൻ പഠിപ്പിച്ച ആളാണ്. പുറത്ത് പറയേണ്ടത്. എനിക്ക് പറയാനുള്ളത്, സാറ് ബോട്ട് ഓടിക്കാൻ പഠിപ്പിച്ചായിരുന്നു നന്നായിട്ട്. മോർണിംഗ് ഷോ 1 വർഷം മുമ്പ് മോർണിംഗ് ഷോ നമ്മൾ ബോട്ടിലായിരുന്നു നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം എന്നെ ബോട്ട് ഓടിക്കാൻ പഠിപ്പിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ ബോട്ട് ഓടിച്ചാൽ നിങ്ങൾ അകത്തായി പോകും. ഇല്ല, ചുമ്മാ ഇരുന്നേ ഞാൻ മറിക്കും.
ഇല്ല, ചുമ്മാ ഇരുന്നേ ഉള്ളൂ, സ്റ്റിയറിംഗ് ചുമ്മാ. അത്രേ ഉള്ളൂ. ഇതേ ഒന്നും കയ്യിലൊന്നും തന്നില്ല. നമ്മളിൽ സൈക്കിൾ പിടിക്കുമ്പോൾ ഈ കയറ്റി വിട്ടാൽ പോകുന്നൊരു പരുവമില്ലേ, ആ പരുവത്തിൽ സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ല, കയറ്റി വിട്ടാൽ പോകും. ഓക്കെ, വളരെ സന്തോഷം സാറിൻ്റെ ഉദ്യമത്തിന്. സന്തോഷം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. എന്തുകൊണ്ടും നമ്മുടെ കൊല്ലം ജില്ല ടൂറിസത്തിൽ ഇങ്ങനൊരു കാര്യത്തിൽ, ലഹരിയുടെ കാര്യത്തിൽ വളരെ സേഫാണ്. കാരണം മറ്റുള്ള ജില്ലകളിൽ നടക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ വിദേശികളൊക്കെ വരുന്നത് അറിയാമല്ലോ, വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഓരോ ടൂറിസ്റ്റ് പോയിന്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മൺട്രോത്തുരുത്ത്, ഇപ്പം സാമ്പ്രാണിക്കൂടി അടുത്താണ് എൻ്റെ വീട്, കുരിപ്പുഴ, ഇവിടെ വൈഫിൻ്റെ വീടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സോഴ്സ് സാറെ ആദ്യം കണ്ടുപിടിച്ച് അത് നിർത്തലാക്കാനുള്ള സംവിധാനം ചെയ്യണം. കാര്യം ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ട്രെയിനുകൾ പരിശോധന വളരെ ശക്തമായിരിക്കണം. കാര്യം ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഈ അന്യ സംസ്ഥാനത്തു നിന്നാണ്. അതുപോലെ ഈ ലഹരി മരുന്ന്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഈ MDMA ഒക്കെ ഉപയോഗിച്ചൊരു പയ്യൻ റിക്കവറായതിന് ശേഷം അവനിപ്പോൾ പള്ളിയിൽ ധ്യാനം കൂടുക, പള്ളിയിൽ പിള്ളേരൊക്കെ കൊണ്ടുപോവുക, പള്ളിയിലെ കാര്യങ്ങൾക്കെല്ലാം ആക്റ്റീവ് ആവുക, ഡെയിലി കുർബാനയ്ക്ക് പോവുക, അങ്ങനെ മാറിയ പയ്യൻ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചുടാ, ഇതിൻ്റെ ഈ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബലം എന്താ, നിനക്ക് കിട്ടിയിട്ടുള്ള സുഖം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് മ്യൂസിക് കേൾക്കാനായിട്ട് തോന്നും, DJ പാർട്ടികളിൽ ഡാൻസ് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുമായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു പയ്യൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ കിഡ്സിന്, ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക്, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഉത്സവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ആനയും അമ്പാരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ DJ പാർട്ടി മാത്രമായി. അപ്പോൾ അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ സംഗീതം എന്ന് പറയുന്നത് ഭയങ്കര മുഴക്കമുള്ള സംഗീതം കേൾക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ തിക്തഫലങ്ങൾ, തലച്ചോറിൻ്റെ നാളിതരമ്പ് പൊട്ടിപ്പോകുമെന്ന് അവർക്കറിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് പിടിക്കുകയും പിന്നെ ഇതിൻ്റെ ഭാവി ഫലങ്ങൾ, മക്കളുണ്ടാവത്തില്ല, കുട്ടികളുണ്ടാവത്തില്ലെന്ന് ഇപ്പോൾ ഒരു പുതിയൊരു വാർത്തയിൽ ഞാൻ അറിഞ്ഞാണ്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇത് മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചുവിടാ, ഇതിനുള്ള സോഴ്സ് ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? ഞെട്ടിപ്പോയി സാറാ സത്യം പറഞ്ഞാൽ. ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകുട്ടികൾ അടക്കമാണ് ഇത് കൊണ്ടുവരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 2-3 പോലീസുകാർ റെയിൽവേയിൽ ഇല്ല. അതല്ല, കൂടുതലായിട്ട് ഇവരെ ക്യാരിയറാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ സ്വകാര്യതയിൽ ആരും പരിശോധിക്കാറില്ല എന്നുള്ളതാണ് വളരെ സത്യം. ഇവർ നാഗ്പിനകത്ത്, സാധാരണ ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ബാഗിനുള്ളിൽ നാഗ്പിനിൽ കാണും, പക്ഷേ ഇവർ ധരിച്ചിരിക്കുകയും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നതെന്നുള്ളത് ഈ പയ്യൻ പറഞ്ഞു. അതുകൂടാതെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ക്യാരിയറാക്കുന്നത് പാവം നമ്മുടെ നാട്ടിൽ നിന്ന്, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, സംസ്ഥാനത്തിൻ്റെ പേര് പറയുന്നില്ല, പല സംസ്ഥാനങ്ങളുണ്ടായിരിക്കും, കർണാടകയുണ്ട്, ആന്ധ്രയുണ്ട്. പക്ഷേ ഇവർ ഈ നേഴ്സിംഗ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് തസ്തികകൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, എന്തുകൊണ്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവർ പോയിട്ട് വരുമ്പോൾ ഉള്ള ഒരു കോലം, ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ആയിരിക്കും, തിരിച്ചു വരുന്നവർ മൂക്കിന് മൂക്കുത്തേക്ക് ഇട്ട് ചില സ്ഥലത്തൊക്കെ കമ്മലൊക്കെ ഇട്ട് വരും. പക്ഷേ ഇവർ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇവരെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ ഭാവവും രൂപമൊക്കെ മാറിയിട്ട് ഇതിനെ നമ്മളെ രാജ്യത്തെ നശിപ്പിക്കുന്ന ചില തീവ്രവാദി സംഘടനകളാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെന്നും, ഇത് ഇങ്ങനെ പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇത് വ്യാപകമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ, യുവാക്കളെ നശിപ്പിച്ച് അതിലൂടെ അവർക്ക് ആനന്ദം കണ്ടെത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവങ്ങൾ എന്തുകൊണ്ടും ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു സോഴ്സ് വളരെ ശക്തമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ചോദിച്ചോ സാർ? ഞങ്ങളുടെ വള്ളത്തിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഉണ്ട്, ഇന്റർനാഷണൽ ടൂറിസം എല്ലാവരും വരുന്നവരുണ്ട്, ടൂറിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇവർ ഈ MDMA ഒക്കെ അന്വേഷിക്കാറുണ്ടോ? ഈ ചില നോർത്ത് ഇന്ത്യൻസ് വരുന്ന ഈ ബാച്ചിലേഴ്സ് വരുന്ന ഒരു തിരക്കാറുണ്ട്. അപ്പോൾ എവിടെ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കും? നമ്മളത് പറഞ്ഞു കൊടുക്കുക, നമുക്ക് അത് അറിയത്തില്ല. പിന്നെ നമ്മളെ ഈ നാട്ടിലുള്ളവരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവന്മാർ വന്ന് നമ്മളെ പണിഞ്ഞിട്ട് പോകുന്ന പേടിയുണ്ട്. നമുക്ക് ചില ഇത് ഉപയോഗിക്കുന്നവരെ അറിയാം, വിശേഷിച്ച് നമ്മൾ അറിയാവുന്നെങ്കിൽ ദേവി ഇത് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ സാറാ പറഞ്ഞ ബോട്ടിൽ പോയിട്ട് ഒറ്റയ്ക്കായിരിക്കും വരുന്നത്, അവന്മാർ കയറ്റിയിട്ട് പോകും. സാറിൻ്റെ പരിപാടിയും കൊണ്ട് സാറ് കേരളം മൊത്തത്തിൽ പോവുകയും ചെയ്യും. ഓക്കെ, ഇരിക്കുക. താങ്ക് യു സാർ. എന്തായാലും നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഒരു വല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു മനോരോഗിയാകുന്ന ആൾ നമ്മുടെ മുന്നിൽ എന്താ നടക്കുന്നതെന്ന് ഒരിക്കലും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് അത്. മനസ്സും തലച്ചോറും തമ്മിലൊരു ഇലക്ട്രിക് കണക്ഷനുണ്ട്, ഒരു വൈദ്യുത ബന്ധം. അത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതെന്ന് നമ്മളറിയില്ല. അപ്പം നമുക്ക് ഈ മുന്നിൽ നിൽക്കുന്ന ആൾ എന്താ പറയുന്നത്, ഈ ലോകത്ത് എന്താ നടക്കുന്നതെന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അതിവേഗം ചെല്ലാൻ ഉപകരിക്കുന്നൊരു സാധനത്തിൻ്റെ പേരാണ് MDMA. അപ്പോൾ അത് വേണോ എന്ന് ആലോചിച്ചാൽ മതി. ഒന്നും അറിയില്ല നമ്മൾ. ഇദ്ദേഹം പറയുന്ന പോലെ തലച്ചോറിനകത്ത് വെടിപൊട്ടിക്കുന്ന ശബ്ദവും വല്ലാത്ത മ്യൂസിക്കും, നമ്മുടെ ആളുകൾക്ക് ബുദ്ധി കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ആരും MDMA കഴിക്കത്തൊന്നുമില്ല. അത് വേറെ ബുദ്ധി കയറി വട്ടായി എന്നൊക്കെ ആൾ വെറുതെ പറയുന്നത്. അങ്ങനെ വട്ടാവത്തൊന്നുമില്ല. മാത്രമല്ല നമ്മുടെ തലച്ചോറിനൊക്കെ ഒരു ബാൻഡ് വിഡ്ത്തൊക്കെ ഉണ്ട്.
എൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അനുജയുടെ ബാൻഡ് വിഡ്ത്തിൽ 2 ലക്ഷം പേരിരിക്കുമെങ്കിൽ എൻ്റെ ബാൻഡ് വിഡ്ത്ത് 8 ലക്ഷം പേരിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. കാരണം ഓർമ്മശക്തി ചിലപ്പം എനിക്ക് അനുജയെക്കാളും കൂടുതലായിരിക്കും. അത് ചില കാര്യങ്ങളിൽ എന്നേക്കാളും അനുജയ്ക്ക് വേറെ കാര്യത്തിൽ കഴിവ് കാണും. ഇതൊന്നും ഇല്ലാതാകും ഒരാൾ മാനസിക പ്രശ്നത്തിലായാൽ. MDMAക്കാർക്ക് എളുപ്പം പറ്റും. നമ്മുടെ കുട്ടി, നിങ്ങൾക്ക് ഇവരെ തിരിച്ചറിയണമെങ്കിൽ ഇവരൊരുപാട് വീട്ടിൽ വന്നാൽ ചിന്തിച്ചിരിക്കും. മാത്രമല്ല ഇവർക്കൊന്നിലും ഒരു താല്പര്യമില്ലായ്മ കാണിക്കും, ഒരു ഉദാസീനത എപ്പോഴും ഉണ്ടാകും. അതുപോലെ നമ്മൾ എന്ത് ചോദിച്ചാലും അവർ നമ്മളെ എതിർക്കും. അതുപോലെ ഇവർക്ക് മുറി കയറി കുറ്റിയിട്ടിരിക്കാൻ ശ്രമിക്കും. അവർ മൗനത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഉടനെ നിങ്ങൾ അവരെ ക്രോസ് വിസ്താരം ചെയ്യരുത്. പഠിക്കുക, കുട്ടികൾക്ക് എന്താ പറ്റുന്നത്, കുട്ടികളാണ് എന്നുള്ളത് മറന്നും പോരുത്. അപ്പം നമുക്കിനി നമ്മൾ അവസാനിപ്പിച്ചായിരുന്നു. ഞാൻ അഡ്വക്കേറ്റ് അരുൺ അലക്സ്, ഞാൻ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റുമാണ്. നമ്മളിപ്പോൾ ഈ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ മദ്യവും മയക്കുമരുന്നും എല്ലാം ഒരു തട്ടിൽ തുലാസിൽ തൂക്കുന്ന ഒരു രീതി അങ്ങനെ കാണുന്നതാണ് വലിയൊരു പ്രശ്നം. ഈ മാരക മയക്കുമരുന്നുകളായിട്ടുള്ള ഈ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, അതുപോലെ കഞ്ചാവ് ഉള്ളത്, അത് ഒരു മദ്യപിക്കുന്ന ആൾക്ക് പോലും അതിനോട് താല്പര്യമോ അല്ലെങ്കിൽ അതിനോ അനുകൂലിക്കുന്നവരുമല്ല. അപ്പോൾ അതിനെ 2 തട്ടിൽ കണ്ടുകൊണ്ട് ജനസമൂഹം ഒറ്റക്കെട്ടായിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടത്. അതുപോലെ നിയമ സംവിധാനം ഒന്നുകൂടെ ശക്തമാക്കണം. ഇതിനു വേണ്ടിയിട്ട് ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രവർത്തനം, അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികളെ നമ്മളിപ്പോൾ സ്നേഹം കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെയേറെ ഒരു ശ്രദ്ധ, അവരൊരു 10-22 വയസ്സ് വരെ ആകുന്നവരെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ അവർക്കുണ്ടാകണം. അതുപോലെ പൊതുസമൂഹത്തിനും അവരെ വീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധയില്ലാത്തടത്ത് അശ്രദ്ധയുള്ളിടത്ത് അപകടം ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞ പോലെ അശ്രദ്ധയാണ് ഈ പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ ഇതുപോലെയുള്ള വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൽ വളരാൻ കാരണം. ശ്രദ്ധയുള്ളവരായി ജാഗരൂകരായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒറ്റക്കെട്ടായി നേരിടാൻ പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാറ്റലൈറ്റ് വഴി ഏതെങ്കിലും മാഫിയ സംഘം വെളിയിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അവന്മാർ ചിലപ്പോൾ നമ്മുടെ വെളിയിൽ കൊണ്ട് ബോംബിട്ട് കളയും. അത്രയും ശക്തന്മാരാണ് ഇതിനകത്തുള്ളത്. എന്തായാലും നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഈ അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇപ്പോഴും അറിയാം. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് സാധാരണ ഒരുപാട് പ്രോപ്പഗൻഡ നടത്തിയാലേ സാധാരണ ഇത് ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അപകടം വരുന്നു, നമ്മുടെ കുട്ടികൾ വീട്ടിലാകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ആൾക്കാർ ഈ അപകടം തിരിച്ചറിയും. നമ്മളിവിടെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു എന്ന്. നമ്മൾ ഈ കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഈ മയക്കുമരുന്ന് വ്യാപാരികളും സാധാരണ മദ്യത്തെ ഇദ്ദേഹം അഭിഭാഷകൻ പറഞ്ഞ പോലെ കൂട്ടാൻ പാടില്ല. സാധാരണ നമ്മളിപ്പം കരുതാങ്കപ്പള്ളിക്കാരും നമ്മുടെ ചാലക്കുടിക്കാരും തമ്മിൽ വലിയൊരു മത്സരം നടക്കുക. കൂടുതൽ കുടിച്ച് കൂത്താടുന്ന ആരാന്നുള്ളൊരു മത്സരം ഓരോ വർഷവും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഇങ്ങനെ കുടുംബം തൊലച്ച് കുടിക്കുന്നവർ. വിദേശത്തുള്ളവരൊക്കെ അത്യാവശ്യം കുടിക്കും. നമ്മളങ്ങനെയല്ല, കുടുംബം കുട്ടിച്ചോറാക്കി അടങ്ങും. കാര്യം കാശ് കൊടുത്ത് കുടിക്കുമല്ലേ, എന്തെങ്കിലും ഗുണം ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ കുടിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ആൾക്കാരെന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഈ പ്രതിജ്ഞ എടുത്ത് നമുക്ക് ഇന്ന് പിരിയുമ്പോൾ, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 10 മിനിറ്റ് നിങ്ങൾ ആലോചിക്കുക നമുക്കെന്താ ചെയ്യാൻ പറ്റുക ഈ കാര്യത്തിൽ. എന്നിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. കാര്യം നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലെ പല ആളുകളും പറയുന്നതൊക്കെ ക്രോഡീകരിച്ച് തന്നെയായിരിക്കും മുഖ്യമന്ത്രിക്ക് നമ്മൾ കൊടുക്കുക. അത് ഒരു ഏറ്റവും വലിയൊരു മാഗ്ന കാർട്ട പോലെ കേരളത്തിലെ ലഹരി വ്യാപനത്തിന് ഒരു സർക്കാരിന് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ഒരു ചാർട്ടറാകണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മൾ ഭാവനയിൽ ഒരേ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരാൾ വാറ്റുകാരനാവുന്നെങ്കിൽ എന്തുകൊണ്ട് അയാൾ വാറ്റുകാരനായി നമ്മൾ കണ്ടെത്തണം. ഈ സമൂഹത്തിന് എന്തുകൊണ്ടാണ് അയാളെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തത്. അപ്പോൾ വളരെ പ്രായോഗികമായ നിലപാടുകൾ കൊണ്ട് വൈദഗ്ധ്യമുള്ള ആളുകളോട് സംസാരിച്ച് ആ വിഷയത്തിൽ തൽപരരായ ആൾക്കാരോട് സംസാരിച്ച് അവരുടെ നിഗമനങ്ങൾ കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ റിപ്പോർട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ട് കൊണ്ട് കേരളത്തിലെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. കാരണം ഇനി ഒരുപാട് കാലമൊന്നും ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ നാട്ടിൽ കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഈ റിപ്പോർട്ട് കിടിലമാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾ ചോരയിൽ കിനിയുന്ന ആത്മാർത്ഥതയിലായിരിക്കണം ഇത് മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ ദേശീയ ഗാനം ആലാപന സമയത്തൊക്കെ പെട്ടെന്ന് നമ്മളൊരു അഭിമാനം വരില്ലേ നമുക്ക്. ആ അഭിമാനം നിങ്ങളുടെ സിരകളിലൊക്കെ ഇങ്ങനെ നുരഞ്ഞു പൊന്തില്ലേ. അതേപോലെ നമുക്ക് ഏറ്റവും വലിയൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ട ഒരു പ്രതിജ്ഞയാണ് നമ്മൾ വായിക്കുന്നത്.
എൻ്റെ കേരളം എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ തിരിച്ചറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രങ്ങളാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ നമ്മൾക്കിനി ഇതൊന്നും നറുക്കെടുക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നറുക്കെട്ട് കിട്ടുന്ന ഒരു ഭാഗ്യശാലിക്കാണ് ഈ ബെന്നീസ് റോയൽ ടൂർസ് ഓഫർ ചെയ്യുന്ന 4 ദിവസത്തെ ക്രൂയിസ് യാത്രയാണ് അതിൻ്റെ സമ്മാനം. അപ്പോൾ അതിന് നറുക്കെടുക്കാനായി SK വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ. നമ്മൾ ഈ 14 ജില്ലകളിലും ഇതുപോലെ നറുക്കെടുപ്പ് നടത്തും. അങ്ങനെ 14 ജില്ലകളിലെയും ഭാഗ്യശാലികൾക്കാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഭാഗ്യശാലി ആര് എന്നത് നമ്മളിപ്പോൾ അറിയാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും നറുക്കെടുപ്പിൽ ഇതിൽ ബോക്സിൽ നിങ്ങളുടെ സർവേ ഫലം ഇട്ടിട്ടുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആണോ ആ ഭാഗ്യശാലി? ഇപ്പം അറിയാൻ പോവുകയാണ്. തുളസിയാണ്. തുളസി എന്നൊരാളാണ്. നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ എന്തായാലും നമ്മൾ വായിക്കുന്നില്ല. തുളസി എന്നൊരാളാണ്. അതിന് ഫോൺ നമ്പറും. ഇവിടെ തുളസി ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ആളല്ല. നമുക്ക് ലൈവായിട്ട് വിളിക്കാം. തുളസി ഉറങ്ങിക്കാണൂ. അപ്പൊ തുളസിക്ക് ലഭിക്കുന്നത് ബെന്നീസ് റോയൽസ് ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസത്തെ സൗജന്യ ക്രൂയിസ് യാത്രയാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 1 ലക്ഷം രൂപ ചെലവാകും. അതെ, 1 ലക്ഷം രൂപ ചെലവാക്കിയുള്ള ടൂറാണ്. നമ്മുടെ മണ്ഡലത്തിലെ ബോട്ട് സർവീസ് അല്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ തുളസി ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോള് പോണില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തുളസിയെ കോൺടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. കൺഗ്രാജുലേഷൻസ് തുളസി. അല്ലല്ല, നമുക്കിനി 2 കുട്ടികൾ മാതൃകയാണ്. SK നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. ചിന്മയി വരദ എന്നാണ് ആ കുട്ടികളുടെ പേര്. 24 ഏതാനും നാൾ മുൻപ് ഒരു വാർത്ത നൽകിയിരുന്നു. അതായത് അവരുടെ അച്ഛന് സുഖമില്ലാതാകുന്നു. കർഷകനാണ് അച്ഛൻ. അപ്പോൾ അവരുടെ കൃഷി എന്താകും ഇനി മുന്നോട്ട് എന്നൊക്കെയുള്ള ഒരു അവ്യക്തതയായിരുന്നു. അത് നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ 2 കൊച്ചു പെൺകുട്ടികൾ തങ്ങളുടെ അച്ഛൻ ചെയ്തിരുന്ന കൃഷി ഏറ്റെടുക്കുകയാണ്. എല്ലാം ഉണ്ട് അവരുടെ കൃഷിത്തോട്ടത്തിൽ, ചീരയും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ അവർ മനോഹരമായി അച്ഛൻ ചെയ്തിരുന്നത് അതിനേക്കാൾ നന്നായി എന്ന് തന്നെ പറയണം. അവർ അത് ഉജ്ജ്വലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മളത് വാർത്ത നൽകുന്നു. പിന്നീട് കൃഷിമന്ത്രി ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം നേരിട്ട് ഈ കുട്ടികളെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കേട്ട വാർത്ത സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുട്ടി കർഷകർക്കുള്ള അവാർഡ് ഈ 2 കുട്ടികൾക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കുട്ടികൾ കൊല്ലത്തിൻ്റെ അഭിമാനമാണ്. 2 പേരും നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. ചിന്മയി വരദ, പ്ലീസ് നമ്മളൊരു ചെറിയ ആദരം കൊടുക്കുകയാണ്. അച്ഛനും ഉണ്ട്, അച്ഛനും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നല്ല കയ്യടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ്? ഞാൻ 7ാം ക്ലാസ്. ഞാൻ 9ാം ക്ലാസ്സിൽ MGD ഗേൾസ് ഹൈസ്കൂൾ കുണ്ട്രാൻ. അച്ഛൻ്റെ പേര്? പ്രദീപ് കുമാർ. അപ്പോൾ ഈ അച്ഛൻ്റെ കൃഷിയാണ് മക്കൾ ഏറ്റെടുത്തത്? തീർച്ചയായിട്ടും. എൻ്റെ കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യത്തിൽ ആ കൃഷി ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. അതിപ്പോൾ പരിപൂർണ്ണ വിജയത്തിലോട്ട് കൊണ്ടുപോകുന്നു. എല്ലാവിധ കൃഷികളും ഉണ്ട്. 23 ഐറ്റം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ? എങ്ങനെയാണ്? സൂപ്പർ മാർക്കറ്റും അതുപോലെ കൊട്ടാരക്കര മുതൽ കൊല്ലം വരെയുള്ള എല്ലാ വിപണികളിലും ഞങ്ങൾ വെക്കാറുണ്ട്. അതിനിടയിൽ ഈ കുട്ടികൾ ചെയ്യുന്ന ഈ ജോലി ഈ MDMA ലഹരിയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് മാറിയാൽ മതി, പ്രശ്നം തീരും അല്ലേ? വീട്ടുകാർക്കിട്ട് കൃഷി ചെയ്യാതെ യഥാർത്ഥ കൃഷി ചെയ്യുക.
നമുക്ക് നമ്മുടെ ഒരു സ്നേഹഭാവന ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാം. മിടുക്കളായ രണ്ടുപേർക്കും. വിദേശ രാജ്യത്ത് നിന്ന് ഇറങ്ങിയ കപ്പാണിതെന്ന് പറഞ്ഞാൽ സത്യദോഷമാണ്. ഇതിവിടെ തന്നെ നിർമ്മിച്ച കപ്പ. പക്ഷേ ഈ കപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ്. ഓക്കെ. ഇയാളാണ് നേരത്തെ വീട്ടിലടിച്ച് വളർത്തുന്നതൊക്കെ പറയുമ്പോൾ അച്ഛനെ നോക്കി ചിരിച്ചത് കേട്ടോ. കറക്റ്റ്. അപ്പോൾ മോളെ താങ്ക് യു. നിങ്ങൾ വലിയ മോഡലാണ്. കേരളത്തിലെ കുട്ടികൾ ഇതിനൊക്കെ സമയം ചെലവഴിച്ചാൽ പകുതി പ്രശ്നം മാറും. കൃഷി എങ്ങനെയുണ്ട് മോളെ? സൂപ്പറാ. മോൾക്ക് ഏതൊക്കെ കൃഷി അറിയാം ഇപ്പോൾ? എനിക്ക് വെണ്ടയ്ക്ക, പാവയ്ക്ക അങ്ങനെയൊക്കെ ഉള്ള. കുക്കിംഗ് അറിയാമോ മോക്ക്? കുക്കിംഗ് എനിക്ക് അത്ര ഇതില്ല, പക്ഷെ ചേച്ചിക്ക് അത്യാവശ്യം നല്ലോണം ചെയ്യും. അമ്മ വീട്ടിലില്ലാത്തപ്പോഴും ഒന്ന് മാനേജ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും. ഏതൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ? മിക്കവാറുള്ള എല്ലാ കൃഷിയും ചെയ്യും. ഇത് എവിടുന്നാ പഠിച്ചത് മോള്? ഈ അച്ഛനെന്നാണോ പഠിച്ചത്? കൊച്ചുനാള് മുതലുള്ള ആ ഒരു ട്രെയിനിങ് വളരെ ഗംഭീരമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കൃഷി പഠിക്കുക, എന്നിട്ട് കുട്ടികളെ കൃഷി പഠിപ്പിക്കുക. കുറച്ച് പ്രശ്നം തീരും. ഓക്കെ. താങ്ക് യു. ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ഇന്ന് പാട്ട് പഠിത്തുന്ന നമ്മുടെ സിംഗേഴ്സിനെ ഇവിടെ ഒന്ന് വിളിക്കണം. യെസ്, നമ്മുടെ ടോപ്പ് സിംഗർ നമ്മുടെ ഫാമിലി മെമ്പറാണ് അക്ഷിത്. വാ. ആര്യ, അക്ഷിത്. അമൃത അശോകൻ കൂടി. അപ്പൊ നമ്മുടെ ഈ പരിപാടിയുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുണ്ടറ വിളംബരം നടന്ന സ്ഥലത്ത് നിന്ന് ലഹരിക്കെതിരായ ഒരു വിളംബരം നമ്മൾ നടത്തിയിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, SKN40 എന്നടിച്ചാൽ തത്സമയം ഇതിലെ ഈ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും ലഹരിക്കെതിരെ. ആ വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. നമ്മൾ നേരത്തെ സംസാരിച്ച കുളത്തൂർ രവിയൊക്കെ പോലുള്ള ഒരുപാട് പേരോട് ഉണ്ട്. അവരൊക്കെ ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രശംസനീയമാണ്. ഇനിയും മുന്നോട്ട് പോട്ടെ. അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള നമ്മുടെ SKN40യുടെ തത്സമയ സംപ്രേഷണം നേരത്തെ പറഞ്ഞ യൂട്യൂബിലെ SKN40 എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് തത്സമയം നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.